എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മളുടെ വെബിനാർ വലിയ താമസമില്ലാതെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ അഡ്രസ് ചെയ്തു സംസാരിക്കുന്നതിന് വേണ്ടി ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുരൂപ മേഡത്തെ ക്ഷണിക്കുന്നു. താങ്ക് യു. നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ഒസാമ സർ ആൻഡ് ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യട്ടെ. നമുക്കറിയാം, നമുക്ക് 4th സെമസ്റ്ററിൽ കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുണ്ട്. ആക്ച്വലി ഈ ഒരു വിഷയത്തിൽ നമുക്ക് യൂണിവേഴ്സിറ്റി ഒരു സെഷൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്വാഭാവികമായും നമ്മൾ അതൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് പല പല സംശയങ്ങൾ വരിക. അങ്ങനെ സംശയം വന്നപ്പോൾ നമ്മൾ ആദ്യം പ്രമോദ് സാറിനെ തന്നെയാണ് അപ്രോച്ച് ചെയ്തത്. കാരണം സാറാണ് യൂണിവേഴ്സിറ്റി FIUGPയുടെ കോർഡിനേറ്റർ. അപ്പൊ സാറിനെ അപ്രോച്ച് ചെയ്തപ്പം സാർ തന്നെയാണ് സജസ്റ്റ് ചെയ്തത്, അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ഒരു റിസോഴ്സ് പേഴ്സണെ നമുക്ക് അറേഞ്ച് ചെയ്തുകൂടെ എന്ന്. അങ്ങനെയാണ് നമ്മൾ ഒസാമ സാറിനെ കോൺടാക്ട് ചെയ്തത്. അപ്പോ അങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചപ്പം എന്നാൽ പിന്നെ അത് മറ്റു കോളേജുകളിലെ ഫാക്കൽറ്റി മെമ്പേഴ്സിനും കൂടെ യൂസ്ഫുൾ ആയ രീതിയിൽ ചെയ്യാം എന്നാലോചിച്ചപ്പോഴാണ് അതൊരു വെബിനാർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം ഉണ്ടായത്. എന്തായാലും ഈ ഒരു സെഷനിൽ കൂടി നമുക്ക് കൂടുതൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവട്ടെ, കൂടുതൽ അറിവ് നേടാൻ പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നമ്മുടെ റിസോഴ്സ് പേഴ്സണെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കുന്നതിനും നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HODയും കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറുമായ പ്രമോദ് സാറിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, കണ്ണൂർ സർവകലാശാല 2 ദിവസങ്ങളിലായി ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ഇന്റൻസീവ് ആയിട്ടുള്ള 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചു. പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു പുതിയ രീതി എന്നുള്ള നിലക്ക് അതിന്റെ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടും സ്റ്റുഡൻസ് രജിസ്ട്രേഷൻ സംബന്ധിച്ചിട്ടും എംപാനൽഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ സെലക്ട് ചെയ്യുന്ന മെത്തഡോളജിയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് സംശയങ്ങളും കൺഫ്യൂഷൻസ് എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ടാവും. അത് സ്വാഭാവികമാണ്. അതൊരു പുതിയ രീതിയാണല്ലോ നമ്മൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. FIUGPയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് തന്നെ ഈ 2 ക്രെഡിറ്റിന്റെ ഇന്റേൺഷിപ്പാണ്. കാരണം സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് FIUGPയുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള അതിന്റെ ഒരു ലക്ഷ്യമാണ് എന്നുള്ളത് കൊണ്ട് കുട്ടികൾക്ക് ബിരുദം കഴിയുന്നതോടുകൂടെ തന്നെ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒരു തൊഴിൽ നൈപുണ്യം ഉണ്ടാവുക, അങ്ങനെ തൊഴിൽ സാധ്യതകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോവുക, കേവലമായ ഒരു ബിരുദ പഠനത്തിനപ്പുറത്തേക്ക് കുട്ടികളെ കുറച്ചുകൂടെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെടുത്തേണ്ടത് കാലത്തിന് വന്നിട്ടുള്ള ഒരു വലിയ മാറ്റമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് FIUGPയുടെ സ്ട്രക്ചറൽ ഡിസൈനിൽ നിർബന്ധമായും 2 ക്രെഡിറ്റിന്റെ ഈ ഇന്റേൺഷിപ്പ് കൊടുക്കണം എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വന്നിട്ടുള്ളത്. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് പല രീതിയിലുള്ള സ്കിൽ കോഴ്സുകൾ കുട്ടികൾ ചെയ്യുന്നുണ്ട്. അവിടെ മെയിൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള 120 മണിക്കൂറിന്റെ ഒരു ഇന്റേൺഷിപ്പും തീർച്ചയായിട്ടും അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നത് സർവകലാശാലയിൽ ഇത് സംബന്ധിച്ചുള്ള 2 ദിവസത്തെ ക്ലാസ് നടന്നതിന് ശേഷം പല സ്ഥാപനങ്ങളിലും പലതരത്തിലുള്ള കൺഫ്യൂഷൻസും പലതരത്തിലുള്ള ആളുകൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതായിട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊന്ന് ഈ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ സ്കിൽ കോഴ്സ് SCC ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ കുട്ടികളെല്ലാം തന്നെ അവരുടെ മെയിൻ വിഷയത്തിലുള്ള SCC തന്നെ പഠിക്കണം. അങ്ങനെയാണ് ഒരു മെസ്സേജ് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വന്നത് എന്ന് പറയുന്ന ഒരു സൈലന്റ് ക്യാമ്പയിൻ പല ഘട്ടങ്ങളിലായി പല കോളേജുകളുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നാളെ ആ രീതിയിലേക്കുള്ള ഒരു ട്രാൻസിഷനിലേക്ക് നമുക്ക് വേണമെങ്കിൽ പോവാം എന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക്, ഒരു പർട്ടിക്കുലർ നൈപുണ്യയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാൻ ആ രീതിയിൽ അവർ പഠിക്കുന്ന മെയിൻ വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള SCC കോഴ്സുകൾ തന്നെ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ആശയം നാളെ വേണമെങ്കിൽ ഇതിന്റെ ഒരു കരിക്കുലം റീഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ വന്നേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ കണ്ണൂർ സർവകലാശാലയുടെ FIUGP റെഗുലേഷൻ പ്രകാരം നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക് ഈ പറയുന്ന അവരുടെ SCC കോഴ്സ് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട്
അതാത് ഡിപ്പാർട്ട്മെന്റുകൾ മെയിനായിട്ട് പഠിക്കുന്ന വിഷയത്തിൽ മാത്രമേ അവർ SEC എടുക്കാവൂ എന്നുള്ള ഒരു നയം നമ്മുടെ FIGPയുടെ ഭാഗമായിട്ട് സ്റ്റേറ്റിലോ അതുപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോ സ്വീകരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നാളെ കൂടുതൽ ഇതൊക്കെ നമുക്കറിയാലോ, ഒരു പുതിയ സംവിധാനമാണ്. കൂടുതൽ ചർച്ചകളിലൂടെ പരിഷ്കരിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. പക്ഷെ ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോ നമ്മുടെ റെഗുലേഷൻ പ്രകാരം കുട്ടികൾക്ക് ഇഷ്ടമുള്ള വിഷയങ്ങളിൽ SEC സെലക്ട് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു വെബിനാർ എന്ന് പറയുന്നത് MG കോളേജിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ മാത്രം ഫാക്കൽറ്റിക്ക് മാത്രമല്ല, മറിച്ച് ഇത്തരം കാര്യങ്ങൾ സമാനമായ മറ്റ് കോളേജുകളിലെ ഫാക്കൽറ്റികൾക്കും കൂടെ അറിയണം എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ട് മറ്റു കോളേജുകൾക്ക് കൂടെ ഇതിലേക്ക് ക്ഷണിച്ചത് വളരെ പ്രശംസിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഈ വെബിനാർ നല്ല രീതിയിൽ നമുക്ക് 2 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 120 hours ആണ് വരിക. 1 credit ഈസ് ഈക്വൽ ടു 60 hours എന്നുള്ളതാണ് നമ്മുടെ റെഗുലേഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 120 hours ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും പിന്നെ കുട്ടികൾ ഇന്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഏകദേശം അന്ന് കണ്ണൂര് ട്രെയിനിങ്ങുള്ള സമയത്ത് ഒസാമ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം 130,000-ഓളം വരുന്ന കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് കൊടുക്കേണ്ട ഒരു സാഹചര്യം നമുക്ക് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതൊരു വലിയ ടാസ്ക് ആണ്. ഇത്രയും കുട്ടികൾ എങ്ങനെയാണ് ഈ പറയുന്ന ഇന്റേൺഷിപ്പ് എങ്ങനെയാണ് അവർക്ക് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു ടീഡിയസ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് എന്നുള്ളത് കേരള സർക്കാരും ഹയർ എഡ്യൂക്കേഷൻ മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് അവരുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഇന്റേൺഷിപ്പ് കേരള എന്ന് പറയുന്ന ഒരു പോർട്ടൽ ഉണ്ടാക്കുകയും അതിലെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പരമാവധി കുട്ടികൾക്ക് അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു ശ്രമമാണ് ഈ കെൽട്രോണിനെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. കെൽട്രോൺ ആണ് നമ്മുടെ നോഡൽ ഏജൻസി. അതുകൊണ്ടാണ് കെൽട്രോണിന്റെ ഭാഗമായിട്ടുള്ള പ്രൊജക്ട് കോർഡിനേറ്ററും കെൽട്രോൺ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇന്ററാക്ഷൻ സെൽ കോർഡിനേറ്ററുമായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ഒസാമ ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നമ്മുടെ വെബിനാറിൽ അന്ന് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള സംശയങ്ങൾ കൃത്യമായിട്ടും ദൂരീകരിക്കുന്ന രീതിയിൽ അവരുടെ ചോദ്യങ്ങളും ഇടപെടലും ഉണ്ടാവണം. മറ്റുള്ളവർ കൂടുതൽ അറിയാൻ ഉള്ള രീതിയിലുള്ള ഒരു ഇന്റർവെൻഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്. തീർച്ചയായിട്ടും കണ്ണൂർ സർവകലാശാല ഒരു വട്ടം കൂടെ എല്ലാ കോളേജിലെയും നേരത്തെ വിളിച്ചതുപോലെയുള്ള കോർഡിനേറ്റർമാർക്കും പ്രിൻസിപ്പൽമാർക്കും ഇതുപോലെയുള്ള ഒരു വെബിനാർ ഒന്നുകൂടെ കൊടുക്കണം. അതായത് അന്നത്തെ ഓഫ്ലൈൻ ആയിരുന്നു, പക്ഷെ നമുക്ക് അതിനൊരു സ്പേസ് ഇപ്പൊ വളരെ കുറവായതുകൊണ്ട് വൺസ് അഗൈൻ അങ്ങനെ ഒരു പ്രോഗ്രാം ഒസാമയുടെ ഒരു അവൈലബിലിറ്റി നോക്കിയിട്ട് അങ്ങനെ ഒരു കാര്യം കൂടെ ഫിക്സ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം സർവകലാശാല എടുത്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ദിവസം തീർച്ചയായിട്ടും ഈ ഇന്റേൺഷിപ്പ് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടെ കിട്ടുന്ന ഒരു സെഷനായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സെഷനിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ കോളേജിലെയും മറ്റു കോളേജിലെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ നേരത്തെ ടീച്ചറോട് പറഞ്ഞിരുന്നു ഒരു യാത്രയുടെ പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് ഒന്ന് പോവേണ്ടതായിട്ടുണ്ട്. ഏതായാലും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഹലോ, ഞാൻ കഴിഞ്ഞേ. സർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തൂടെ? ഓക്കെ. നമസ്കാരം. നമ്മൾ അന്ന് യൂണിവേഴ്സിറ്റി ലെവൽ വർക്ക്ഷോപ്പിന് പങ്കെടുത്ത കോളേജുകാരും അല്ലാത്ത ഫാക്കൽറ്റി മെമ്പേഴ്സും ഇതിനകത്ത് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിവേ എത്ര കോളേജുകാർ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു രൂപം ഇല്ല എങ്കിലും വെബിനാറിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിലേക്ക് കണ്ടന്റിലേക്ക് കിടക്കുകയാണ്. ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, ഗവൺമെന്റ് ഓഫ് കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഇങ്ങനൊരു പോർട്ടലിന്റെ
ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ അത് കെൽട്രോൺ ഓൾറെഡി KTUവിന് ഇന്റേൺഷിപ്പ് കൊടുത്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി എന്നുള്ള ആംഗിളിൽ കെൽട്രോണിനെ അത് ഏൽപ്പിക്കുകയും അല്ലെങ്കിൽ കെൽട്രോൺ ആ രീതിയിലുള്ള ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ മൊത്തം 1,50,000-ഓളം വിദ്യാർത്ഥികൾ ഇപ്പോൾ 4th സെമ്മിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 800-ൽ കൂടുതൽ കോളേജുകളിലായി 5-6 യൂണിവേഴ്സിറ്റികളുടെ അണ്ടറിൽ ഇത്രയും വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ വിദ്യാർത്ഥികൾക്ക് അത് റൂറൽ അർബൻ ഏരിയ വ്യത്യാസമില്ലാതെ ഇറസ്പെക്റ്റീവ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് അവർക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള 2 ക്രെഡിറ്റ്സിന്റെ ഇന്റേൺഷിപ്പ് അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ആണ് ഇന്റേൺഷിപ്പ് കേരള എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. നമുക്ക് 4-year UG പ്രോഗ്രാം മറ്റു ഇതുവരെക്കും കൺവെൻഷനൽ ആയിട്ട് നമ്മൾ നടത്തിയിരുന്ന 3 വർഷത്തെ ബിരുദ പ്രോഗ്രാമിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമും ഈ മാൻഡേറ്ററി ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു പ്രകടമായിട്ടുള്ള മാറ്റം എന്നുള്ള രീതിയിൽ അത് കാണുന്നത്. അപ്പോൾ അതിൽ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് എത്ര നല്ല രീതിയിൽ എത്ര എഫക്റ്റീവായിട്ട് നമുക്കത് കൊടുക്കാം എന്നുള്ളതാണ് ഓരോ HODമാരും അല്ലെങ്കിൽ ഓരോ ഫാക്കൽറ്റി മെമ്പേഴ്സും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അത് എത്ര ഭംഗിയായി എത്ര എഫക്റ്റീവായിട്ട് നമുക്കത് കൊടുക്കാം, നമുക്കത് ഒരു ക്രെഡിറ്റ് കിട്ടുക എന്നുള്ള ലക്ഷ്യം മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടും നമുക്ക് ഈ ഇന്റേൺഷിപ്പ് നടത്താൻ സാധിക്കും. ഇത് ഒരു എഫക്റ്റീവായിട്ട് നമുക്ക് പ്ലേസ്മെന്റിലേക്ക് ലീഡ് ചെയ്യത്തക്ക രീതിയിൽ വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻഡസ്ട്രി എക്സ്പോഷർ കിട്ടത്തക്ക രീതിയിൽ അതല്ലെങ്കിൽ ഒരു സ്കിൽ അക്വയർ ചെയ്യത്തക്ക രീതിയിൽ എന്താണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഡെലിവറബിൾസ് ആ ഡെലിവറബിൾസ് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ നമുക്കിതിനെ മാറ്റാനും സാധിക്കും. അപ്പൊ അതിന് ഒരു ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റോ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ കെൽട്രോണോ മാത്രം വിചാരിച്ചാൽ കഴിയില്ല. അത് കോളേജ് മാനേജ്മെന്റിന്റെയും HODമാരുടെയും ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെയും കൂടി ജോയിന്റ് ആയിട്ടുള്ള ഒരു ഹോംവർക്ക് അതിനകത്ത് മസ്റ്റായിട്ടും വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ ഓരോ റീജിയൻ അനുസരിച്ച് ഓരോ കോളേജിനും ഓരോ കെമിസ്ട്രി ഉണ്ട്, അതിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് അത് ഫിനാൻസ് വലിയൊരു ക്രൈറ്റീരിയയാണ്. അതേപോലെ ടൈം അല്ലെങ്കിൽ എല്ലാ മേഖലകളും നമ്മൾ മുൻനിർത്തിക്കൊണ്ട് ഏത് രീതിയിൽ നമുക്കിത് എഫക്റ്റീവായിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു പോർട്ടൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കേണ്ടത്. അപ്പോൾ ഈ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമും ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുമാണ് ഈ 4-year UG പ്രോഗ്രാമിന്റെ സ്കില്ലിംഗ് പാർട്ട് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു എംപ്ലോയബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്ന പാർട്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം ഞാനിപ്പോൾ ഡിസ്കഷൻ എടുക്കുന്നില്ല. അത് നമുക്ക് 5ഉം 6ഉം സെമസ്റ്ററിലും അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജുകളിൽ നമുക്കത് ചർച്ചയ്ക്ക് എടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. പല കോളേജുകാരും സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം 1ഉം 2ഉം അല്ലെങ്കിൽ 3 സെമസ്റ്റർ കഴിഞ്ഞ 3 സെമസ്റ്ററുകളിലായിട്ട് നൽകിയ കോളേജുകളുണ്ട്, നൽകാത്ത കോളേജുകളുണ്ട്, നൽകിയ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, നൽകാത്ത ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. എനിവേ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമും അല്ലെങ്കിൽ ഒരു സ്കില്ലും ഗെയിൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥികളെ ആയിരിക്കും മെജോറിറ്റി നമ്മൾ ഈ ഇന്റേൺഷിപ്പിലേക്ക് ഷോർട്ട് ടേം ഇന്റേൺഷിപ്പിലേക്ക് നമ്മൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. ആയതിനാൽ ആ വിദ്യാർത്ഥികളെ നമുക്ക് ഏത് രീതിയിൽ എങ്ങനെ നമുക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് അവർക്ക് ഈ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും, അത് എഫക്റ്റീവ് ഇൻ ദ സെൻസ് ക്വാളിറ്റിയും ഇൻ ദ സെൻസ് റിസൾട്ടും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യലി അല്ലെങ്കിൽ എക്കണോമിക്കലി വയബിൾ ആവുന്ന രീതിയിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് അതല്ലെങ്കിൽ നോമിനൽ ആയിട്ടുള്ള ചാർജിലാണെങ്കിൽ ആ രീതിയിൽ എങ്ങനെ നമുക്കത് നൽകാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഒന്നുകൂടെ കൂടുതൽ റിസർച്ച് ചെയ്ത് ഇൻഡിവിജ്വലി ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് റിസൾട്ട് എന്നും നമുക്ക് പ്രധാനമാണ്. കാരണം ഇത്രയും കാലം നമ്മുടെ കോളേജിലേക്ക് ഒരു കൺവെൻഷണൽ മെത്തേഡിൽ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥി നിയർ ബൈ ആയിട്ടുള്ള ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള കോളേജുകളിൽ അങ്ങനെ പ്രയോറിറ്റി അനുസരിച്ച് 2, 3, 4, 5 ഓപ്ഷൻ കൊടുത്തതിന് ശേഷം അത്തരം കോളേജുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അഡ്മിഷൻ വരിക എന്നുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ കുറച്ചും കൂടെ വിദ്യാർത്ഥികളുടെ മുമ്പിലേക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റീൽസുകളാണെങ്കിലും മറ്റു അഡ്വർടൈസ്മെന്റ് മെത്തേഡുകളാണെങ്കിലും വരുന്നത് കാരണം കൊണ്ട് തന്നെ ഓരോ കോഴ്സിനെ പറ്റിയിട്ടും ഓരോ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയിട്ടും ഓരോ കോളേജിനെ പറ്റിയിട്ടും അതിൽ അവർ ആഫ്റ്റർ സപ്പോർട്ട് എന്നുള്ള രീതിയിൽ അവർ എന്ത് സപ്പോർട്ടാണ് വിദ്യാർത്ഥികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, സീനിയേഴ്സിന് ഏത് രീതിയിലുള്ള പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ലഭിച്ചിട്ടുള്ളത്, ഏതെല്ലാം ഇൻഡസ്ട്രികളോടാണ് ടൈപ്പ് ഉള്ളത്, എത്രയും പ്ലേസ്മെന്റ് ഡ്രൈവുകളാണ് നടക്കുന്നത്, ഇത്തരം കാര്യങ്ങൾ മുഴുവനും വിദ്യാർത്ഥികൾ അവെയറാണ്.
അവര് ഇതെല്ലാം ഓഡിറ്റ് ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും 2-3 വർഷത്തിനുള്ളിൽ ആ രീതിയിൽ തന്നെ നമ്മളതിനെ റിസൾട്ട് ഓറിയന്റഡ് ആക്കിയാൽ മാത്രമേ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടും നമുക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിലുപരിയായി അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്നുള്ള രീതിയിൽ കൂടെ നമ്മൾ അതിനെ എടുത്ത് നമുക്ക് അതിലേക്ക് ലീഡ് ചെയ്യത്തക്ക രീതിയിൽ ഇപ്പോൾ 4ാമത്തെ സെമസ്റ്ററിലെ വിദ്യാർത്ഥി 8ാമത്തെ സെമസ്റ്ററിലേക്ക് ഒരു ലോങ് ടേം ഇന്റേൺഷിപ്പ് പ്ലാൻ ചെയ്ത് അതിലേക്കുള്ള ഇൻഡസ്ട്രീനെ സെറ്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവരുടെ സ്കിൽ സെറ്റ് നമ്മൾ റെഡി ആക്കുകയും ആ ലോങ് ടേം ഇന്റേൺഷിപ്പിലൂടെ അവർ പ്ലേസ്മെന്റിലേക്ക് എത്തത്തക്ക രീതിയിൽ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ ആ വിഷനോട് കൂടിയിട്ട് ഈ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് 2 ആംഗിളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരു ക്രെഡിറ്റ് കിട്ടുക എന്നുള്ള ആംഗിളിൽ നമുക്കതിനെ അഡ്രസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വളരെ ഈസിയാണ്. അതല്ലെങ്കിൽ ഇവരെ ഒരു പ്ലേസ്മെന്റിലേക്ക് ലീഡ് ചെയ്യത്തക്ക രീതിയിൽ ഏതെല്ലാം അങ്ങനെ നമുക്ക് ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രീതിയിലും നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു എവിടെ എങ്ങനെ എന്താണ് ഇന്റേൺഷിപ്പ് കേരളയുടെ റോൾ, എന്താണ് കോളേജിന്റെ റോൾ, എന്താണ് യൂണിവേഴ്സിറ്റിയുടെ റോൾ, എന്താണ് ഓരോ HOD-മാരുടെയും റോൾ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് മനസ്സിലായതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിൽ ഓരോരുത്തരും അവരവരുടെ റോൾ കറക്റ്റ് ആയിട്ട് ഏറ്റെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ വിദ്യാർത്ഥികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ എഫക്റ്റീവായിട്ട് ഒരു ഇന്റേൺഷിപ്പ് ലഭിക്കത്തക്ക രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്റേൺഷിപ്പ് കേരള എന്ന് പറഞ്ഞ പോർട്ടൽ ഒബ്വിയസ്ലി 4 ഇയർ UG പ്രോഗ്രാം വന്നപ്പോൾ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞത് മാൻഡേറ്ററി ആയ ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റിന്റെ മുമ്പിലും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ മുമ്പിലും യൂണിവേഴ്സിറ്റികളുടെ മുമ്പിലും വന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ 1.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് ഇൻഡസ്ട്രീസ് അവൈലബിൾ ആവുമോ, അഥവാ മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് ചെയ്യാൻ ഇൻഡസ്ട്രീസ് അവൈലബിൾ ആവുമോ എന്നുള്ളതാണ് ഏറ്റവും മുന്നിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ആ ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യത്തക്ക രീതിയിൽ ആണ് ഇന്റേൺഷിപ്പ് കേരള എന്ന് പറഞ്ഞ ഒരു ജനറൽ പോർട്ടൽ അവൈലബിൾ ആക്കുക. ആ പോർട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ആ പോർട്ടലിൽ കാണുന്ന ഓപ്പർച്യൂണിറ്റീസ് മാത്രമല്ല ആ പോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പോർട്ടൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനകത്തുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതിനകത്ത് പോപ്പപ്പ് ചെയ്തു വരുന്ന ഓപ്പർച്യൂണിറ്റീസ് മാത്രം നമുക്ക് കാറ്റർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലല്ല. അതാവുമ്പോൾ നമുക്ക് കോളേജിന്റെയോ HOD-മാരുടെയോ മറ്റാരുടെയും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് വിദ്യാർത്ഥികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷെ നമ്മൾ അങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് വിദ്യാർത്ഥികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയല്ല ഇന്റേൺഷിപ്പ് കേരള എന്ന് പറഞ്ഞ പോർട്ടലിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇന്റേൺഷിപ്പ് കേരള എന്ന് പറഞ്ഞ പോർട്ടൽ ഒരു പോർട്ടൽ സൗകര്യം, ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരുന്നു. ആ പ്ലാറ്റ്ഫോം ഹാൻഡ്സ് ഓൺ സപ്പോർട്ടോട് കൂടി നമുക്ക് കോളേജിലേക്ക് നിങ്ങൾക്ക് ഒരു ഇന്റേൺഷിപ്പ് കോർഡിനേറ്ററെ ഒരു 1:10 ഒരു 10 കോളേജുകളിലേക്ക് ഒരു കോർഡിനേറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ ജില്ലയിലും ആ കോർഡിനേറ്റേഴ്സിനെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഹെൽപ്പോട് കൂടി അതല്ലെങ്കിൽ സ്റ്റേറ്റ് ടീമിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ ഓരോ HOD-മാരും അവരവർക്ക് ആവശ്യമുള്ള ഏത് രീതിയിലാണ് ഇന്റേൺഷിപ്പ് ആവശ്യം, ഏത് രീതിയിലാണ് അതിനെ അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓരോ HOD-മാർക്കും എല്ലാവരേക്കാൾ കൂടുതൽ വിഷൻ ഉണ്ടാവും. അവരവരുടെ വിദ്യാർത്ഥികളെ ഏത് രീതിയിൽ മോൾഡ് ചെയ്യണം, ഏത് രീതിയിൽ അവരെ ഗൈഡ് ചെയ്യണം, മെന്റർ ചെയ്യണം എന്നുള്ളത് ഓരോ HOD-മാർക്കും നല്ല ദിശാബോധം ഉണ്ടാവും. അപ്പൊ അവർ എയിം ചെയ്യുന്ന ആ ഒരു ഓപ്ഷനിലേക്ക്, ആ ഒരു മേഖലയിലേക്ക് ഇവരെ എത്തിക്കാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് ഇൻഡസ്ട്രി സപ്പോർട്ട് നേടി ആ രീതിയിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഈ ഇന്റേൺഷിപ്പ് കേരള ടീം മെമ്പേഴ്സിന്റെ ഹെൽപ്പോട് കൂടി ആ ഒരു ബെഞ്ച് മാർക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഹൈറ്റ്സിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ജോയിന്റ് ആയിട്ട് തീരുമാനമെടുക്കേണ്ടതാണ്. ഇപ്പൊ ഇന്റേൺഷിപ്പ് കേരള എന്ന് പറഞ്ഞ പോർട്ടൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഇതിൽ കൂടെ മാത്രമേ ഇന്റേൺഷിപ്പ് ചെയ്യാവൂ എന്ന് ഗവൺമെന്റ് പറയുന്നില്ല, യൂണിവേഴ്സിറ്റി പറയുന്നില്ല, ആരും അത് നിഷ്കർഷിക്കുന്നില്ല. കാരണം നമുക്ക് ഒരിക്കലും ഇതിന്റെ വിദ്യാർത്ഥികൾ ഹൈറ്റ്സിലേക്ക് ഉയർന്നു പോകുന്നത് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ സാധിക്കില്ല, റെസ്ട്രിക്ട് ചെയ്യാൻ പാടില്ല. കാരണം ഇന്റേൺഷിപ്പ് കേരള എന്ന് പറഞ്ഞ പോർട്ടൽ ഗവൺമെന്റ് ഓഫ് കേരള ഓതറൈസ് ചെയ്ത് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ പോർട്ടലിൽ നമുക്ക് ഈ ഷോർട്ട് പീരിയഡിൽ എംപാനൽ ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ പാരന്റ്സിന് അതല്ലെങ്കിൽ HOD-ക്ക് അല്ലെങ്കിൽ കോളേജ് മാനേജ്മെന്റിന് അവരുടെ കപ്പാസിറ്റിയിൽ വലിയ വലിയ ഇൻഡസ്ട്രികളിലുള്ള ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റീസ് അവൈൽ ചെയ്യണം. അതിൽ ലിമിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് ഈ ഇന്റേൺഷിപ്പ് കേരള പോർട്ടലിൽ അത്തരം ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഒരു വിദ്യാർത്ഥിയുടെ പാരന്റ്സിന് അത് ഗെയിൻ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു ഫിസിക്സിന്റെ HOD-ക്ക് അത് അവൈലബിൾ ആക്കി കൊടുക്കാൻ പറ്റും വിദ്യാർത്ഥിക്ക്.
അത്തരം ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത്തരം ഓപ്ഷനിലേക്ക് വിദ്യാർത്ഥികൾ ഉയർന്നു പോവേണ്ടതുണ്ട്. അത്തരം ഇൻഡസ്ട്രികൾ ചിലപ്പോൾ ഈ പോർട്ടലിൽ വന്ന് രജിസ്റ്റർ ചെയ്യാൻ കാലതാമസം ഉണ്ടാവും, ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തില്ല എന്നും വരും. അപ്പൊ അത്തരം സിറ്റുവേഷനുകളിൽ ആ രീതിയിൽ ഹൈറ്റ്സിലേക്ക് ഉയർന്നു പോകത്തക്ക രീതിയിൽ ഓപ്ഷനെ ലിമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇന്റേൺഷിപ്പ് കേരള എന്ന് പറഞ്ഞ പോർട്ടലിന് എക്സ്ക്ലൂസിവിറ്റി കൊടുക്കാതിരിക്കുന്നത്. അതിലുപരിയായിട്ട് നമുക്ക് ഇത് ഒരേ സമയത്ത് വരുന്ന വലിയ ബിഗ് വോളിയം വിദ്യാർത്ഥികളാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും മൾട്ടിപ്പിൾ സോഴ്സസ്, മൾട്ടിപ്പിൾ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ ഇത്തരം ഇന്റേൺഷിപ്പ് ക്വാളിറ്റിയിൽ നമുക്ക് അഡ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും റൂറൽ ഏരിയയിൽ കിടക്കുന്ന കോളേജിന് പോലും ഏറ്റവും നല്ല ഇന്റേൺഷിപ്പുകൾ അവൈലബിൾ ആക്കാൻ വേണ്ടി ഒരു ജോയിന്റ് എഫേർട്ട് എന്നുള്ള ആംഗിളിലാണ് ഇന്റേൺഷിപ്പ് കേരള വർക്ക് ചെയ്യുന്നത്. അതിൽ ഇന്റേൺഷിപ്പ് കേരളയിൽ എംപാനൽഡ് ചെയ്ത നമ്പേഴ്സ് ഓഫ് കമ്പനീസ് ഉണ്ട്, എംപാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനികളുണ്ട്, പല പല പ്രോഗ്രാംസും അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അതിനകത്ത് സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പും ഫ്രീ ഇന്റേൺഷിപ്പും പെയ്ഡ് ഇന്റേൺഷിപ്പുമാണ് 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഇതിൽ സ്റ്റൈപ്പൻഡോട് കൂടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രികൾ സ്റ്റൈപ്പൻഡ് പ്രൊവൈഡ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവർക്ക് വിദ്യാർത്ഥികളെ ഒരു 4 to 6 months എങ്കിലും ഇന്റേൺ ആയിട്ട് കിട്ടിയാൽ മാത്രമേ അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുത്ത് ഇന്റേൺഷിപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പല കമ്പനികൾ വന്നു, നമ്മളത് അത്തരം ഇൻഡസ്ട്രികളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തപ്പോൾ പല ഇൻഷുറൻസ് കമ്പനികളും മറ്റു കമ്പനികളുമാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ മാർക്കറ്റിംഗ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് അതിന്റെ നേച്ചർ നമുക്ക് ഫീൽ ചെയ്തത്. സ്വാഭാവികമായിട്ടും അത്തരം മാർക്കറ്റിംഗ് ടൂളാണ് നമ്മൾ വിദ്യാർത്ഥികളെ കൊടുക്കാൻ താല്പര്യപ്പെടാത്തത് കാരണം കൊണ്ടാണ് അത്തരം സ്റ്റേറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇതിൽ വിസിബിൾ ആക്കാതിരുന്നിട്ടുള്ളത്. അതിലുപരിയായിട്ട് 4 to 6 months ഡ്യൂറേഷനിൽ നമുക്ക് 8ാമത്തെ സെമസ്റ്ററിൽ ലോങ് ടേം ഇന്റേൺഷിപ്പിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡ് ഓറിയന്റഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പുകളാണ് മാക്സിമം പ്രൊവൈഡ് ചെയ്യാൻ ഇൻഡസ്ട്രികൾ റെഡി ആയിട്ടുള്ളത്. അതിലുപരിയായിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമും അതിലേക്ക് ആവശ്യമുള്ള എക്സ്പീരിയൻസ് ലഭിക്കത്തക്ക രീതിയിലുള്ള ഷോർട്ട് ടേം ഇന്റേൺഷിപ്പുകളും നമ്മൾ പൂർത്തിയാക്കിയിരുന്നാൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് 8ാമത്തെ സെമസ്റ്ററിലെ ഈ വിദ്യാർത്ഥികളെ ലോങ് ടേം ഇന്റേൺഷിപ്പിനും അതുവഴി പ്ലേസ്മെന്റിലേക്കും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഫ്രീ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ തന്നെ ഫ്രീ ഇന്റേൺഷിപ്പിന് ഇൻഡസ്ട്രികൾ ഓഫർ ചെയ്യുമ്പോൾ തന്നെ പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള അനുമതി ആരും നൽകുന്നില്ല. കാരണം ഫ്രീ ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടു കൂടി അത്തരം ഇൻഡസ്ട്രികളെ വിളിക്കുകയും ജനറൽ പബ്ലിക് വിളിക്കുന്നത് കാരണം കൊണ്ട് തന്നെ ചില ഇൻഡസ്ട്രികൾ ലിമിറ്റഡ് ആയിട്ട് അവരുടെ അടുത്തുള്ള കോളേജുകൾക്ക് ആ രീതിയിൽ കേസ് ടു കേസ് ആയിട്ടാണ് ഫ്രീ ഇന്റേൺഷിപ്പുകളും നമുക്ക് കമ്മിറ്റ്മെന്റ് തരുന്നത്. ജനറൽ ആയിട്ട് ഇപ്പോൾ സർവേ ഡിപ്പാർട്ട്മെന്റ് പോലത്തെ ചില ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ജനറൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കേസ് ടു കേസ് ആയിട്ടുള്ള പ്രൈവറ്റ് ഇൻഡസ്ട്രീസ് അവരുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ അവർ അലുമിനി ആയിട്ടുള്ള കോളേജുകൾക്ക് അത്തരം കണ്ടീഷണൽ ആയിട്ടുള്ള ഫ്രീ ഇന്റേൺഷിപ്പുകളാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. അപ്പൊ അത്തരം ഇന്റേൺഷിപ്പുകളാണെങ്കിലും നമുക്ക് ഓരോ കോളേജും കോളേജ് അടിസ്ഥാനത്തിൽ തന്നെ അത് സംസാരിച്ചുകൊണ്ട് നമുക്ക് ആ കോർഡിനേറ്റേഴ്സും അല്ലെങ്കിൽ HODമാരും നമ്മൾ സംസാരിച്ചുകൊണ്ട് അത്തരം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനെല്ലാം വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഫസ്റ്റ് ഏത് ടോപ്പിക്കിൽ, ഏത് ഇൻഡസ്ട്രിയിൽ, ഏത് സ്റ്റാൻഡേർഡിൽ നമുക്ക് ഇന്റേൺഷിപ്പ് എത്ര സ്ട്രിക്റ്റ് ആക്കണം, എത്ര ഡയല്യൂട്ട് ചെയ്യണം എന്നുള്ളത് ഓരോ HODമാരും അതിനുള്ള ഒരു ബെഞ്ച് മാർക്ക്, അതിനുള്ള ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയും ആ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തതിന് ശേഷം ആ സെയിം ടോപ്പിക്കിൽ അല്ലെങ്കിൽ ആ ഡെലിവറബിൾസ് അച്ചീവ് ചെയ്യത്തക്ക രീതിയിൽ അതിൽ യാതൊരുവിധ ഡയല്യൂഷൻ നടത്താതെ ആ ഡെലിവറബിൾസ് അച്ചീവ് ചെയ്യുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് കിട്ടാൻ എന്താണ് സാധ്യത, അതല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കിട്ടാൻ എന്താണ് സാധ്യത, ഈ രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയും അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്യുകയും അതിനുവേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ആംഗിളിൽ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പ് എത്തിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ ഒബ്വിയസ്ലി ഇത് കഴിഞ്ഞ ഡിസംബറിലോ അതിനു മുമ്പ് തുടങ്ങേണ്ടതായിരുന്നു. നമ്മുടെ യൂണിവേഴ്സിറ്റി ലെവലിലുള്ള വർക്ക്ഷോപ്പ് അതിനു മുമ്പേ കഴിഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ വരികയും അതിനുശേഷം ക്രിസ്മസ് വെക്കേഷനും അതിനുശേഷം ഈ എക്സാമിനേഷൻ വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ കുറെ തിരക്കുകളിലേക്ക് പോയത് കാരണം കൊണ്ട് ഒത്തിരി ഡിലേ ആയിട്ട് ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫെബ്രുവരി ലാസ്റ്റ് എൻഡിലാണ് നിൽക്കുന്നത്. ഇമ്മീഡിയറ്റ്ലി ഫെബ്രുവരി മാർച്ച് 10th ഉള്ളിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഡിസൈഡ് ചെയ്തതിന് ശേഷം വിദ്യാർത്ഥികളെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ഏപ്രിൽ മെയ് 3 സ്ലോട്ടുകളായിട്ടാണ് നമുക്ക് ഇന്റേൺഷിപ്പ് അവൈലബിലിറ്റി മെജോറിറ്റി കമ്പനികളും ഓഫർ ചെയ്തിട്ടുള്ളത്. ഏപ്രിൽ ഫസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്റേൺഷിപ്പ്
ഏപ്രിൽ ലാസ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് മെയ് സെക്കൻഡ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് എന്നുള്ള രീതിയിൽ അങ്ങനെ 3 സ്ലോട്ടുകളായിട്ടാണ് ഇന്റേൺഷിപ്പിന്റെ അവൈലബിലിറ്റി ഇപ്പോൾ മെജോറിറ്റി കമ്പനികളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് അതിലേക്ക് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ അതൊരു സിംഗിൾ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ഒറ്റ ഇൻഡസ്ട്രി ഒറ്റ ടോപ്പിക്കിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. മൾട്ടിപ്പിൾ ആയിട്ടാണെങ്കിലും ഇന്ന ഡെലിവറബിൾസ് നേരത്തെ പ്രമോദ് സാർ പറഞ്ഞതുപോലെ കോർ സബ്ജക്റ്റിൽ മാത്രം എന്നുള്ളതില്ല. പക്ഷെ കോർ ഓർ അലൈഡ് എന്നുള്ള ആംഗിളിൽ നമ്മൾ അത് വർക്ക് ചെയ്താൽ മാത്രമാണ് ചിലപ്പോൾ റിസൾട്ട് ഓറിയന്റഡ് ആക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കോർ ഓർ അലൈഡ് എന്നുള്ളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും കിട്ടിയ ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ളതാണ്. അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണോ അതിൽ നിന്നും ഡയല്യൂട്ട് ചെയ്യണോ അതിൽ എന്തെങ്കിലും ഡീവിയേഷൻ വരുത്തണോ എന്നുള്ളത് അതത് HOD-മാരുടെ ഡിസ്ക്രിപ്ഷനാണ്. അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനാണ് ഈ സംവിധാനങ്ങൾ എല്ലാതും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ജോയിന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നമ്മൾ റിസൾട്ട് ഇൻ ദ സെൻസ് പ്ലേസ്മെന്റിനെ മാത്രമാണ് റിസൾട്ട് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അക്കാഡമീഷ്യൻസ് എന്നുള്ള ആംഗിളിൽ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത് അവരുടെ അക്കാഡമിക് റിസൾട്ട് ആണ്. അതിലുപരിയായിട്ട് ഇന്റേൺഷിപ്പ് ആൻഡ് സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിൽ റിസൾട്ട് എന്ന് പറയുന്നത് പ്ലേസ്മെന്റ് തന്നെയാണ്. പ്ലേസ്മെന്റിൽ കവിഞ്ഞ് ഈ പ്ലേസ്മെന്റ് മാത്രമാണ് വിദ്യാർത്ഥികൾ ഓഡിറ്റ് ചെയ്യുന്നത്. നമ്മൾ റിസർച്ച് ലെവലിൽ പോകുന്ന 10%, 12%, 15% വിദ്യാർത്ഥികളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി 80 to 90% വിദ്യാർത്ഥികൾക്കും നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന ജോബ് ഓപ്പണിങ്സ് ആണ്. അത് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ലോക്കൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാറ്റി മൾട്ടിനാഷണൽ കമ്പനീസിലോ അല്ലെങ്കിൽ കുറച്ചും കൂടെ അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളായിട്ടോ അത്തരം മേഖലകളിലേക്ക് വിദ്യാർത്ഥികളെ ഉയർന്ന് ചിന്തിക്കത്തക്ക രീതിയിലുള്ള റിസൾട്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ എല്ലാവരുടെയും എക്സിസ്റ്റൻസ്, കോളേജിന്റെ എക്സിസ്റ്റൻസും ഈ ആംഗിളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിസ്റ്റൻസും ആ രീതിയിലാണ്, റിസൾട്ട് ഓറിയന്റഡ് ആണ്. ഈ നമ്മൾ അതർ സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു മേഖലകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ പോകുന്നതും ഈ റിസൾട്ടും റീൽസും ഒക്കെ കണ്ടിട്ട് മാത്രമാണ്. അത്തരം മാർക്കറ്റിംഗ് ടൂള് കണ്ടിട്ട് അതിൽ ആകർഷകരായിട്ടാണ് വിദ്യാർത്ഥികൾ പോകുന്നത്. അത്തരം ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ജോയിന്റ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള എല്ലാ ക്യാമ്പസുകളിലേക്കും നമുക്കത് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് കെൽട്രോൺ ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെൽ എന്നുള്ള ആംഗിളിൽ കെൽട്രോൺ ട്രിപ്പിൾ സെല്ലിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. അതിലുപരിയായിട്ട് ഇന്റേൺഷിപ്പ് എന്നുള്ള ആംഗിളിൽ നമുക്ക് ഇത് എത്ര കോളേജ് ഇതിനകത്ത് അവൈലബിൾ ആണ്, എത്ര ഡിപ്പാർട്ട്മെന്റ് അവൈലബിൾ ആണെന്നുള്ള സ്റ്റാറ്റസ് എൻ്റെ കയ്യിലില്ല. അത് കാരണം കൊണ്ട് എവിടുന്ന് എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ളത് ഒന്ന് ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാൻ സാധിക്കും. കാരണം ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ അഡ്രസ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഡൗട്ട്സ് ഒരേ ഡൗട്ട്സുകളാണ്. കാരണം എല്ലാവർക്കും ഇന്റേൺഷിപ്പ് ആണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഇനി അധികം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാതെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഹലോ സാറേ, കേൾക്കാവോ സാറേ? കേൾക്കുന്നുണ്ട്. ഹലോ പറഞ്ഞോളൂ സാറേ, ഞാൻ MG കോളേജിലെ ടീച്ചറാണ്. MG കോളേജിലെ ഫിസിക്സിലെ ടീച്ചറാണ്. അപ്പോൾ ഒരു ഡൗട്ട് വന്നത്, ഇപ്പം ഈ പോർട്ടലിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ആ കോഴ്സസ് അല്ലാതെ, ആ ഓപ്പർച്യൂണിറ്റീസ് അല്ലാതെ വേറെയും സെലക്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, എല്ലാ കുട്ടികളും ഈ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഈ പോർട്ടലിനകത്ത് ചെയ്യണോ? എല്ലാ കുട്ടികളും പോർട്ടൽ ത്രൂ ആണ് ചാനലൈസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പോർട്ടൽ ത്രൂ തന്നെ ചെയ്യണം. പോർട്ടൽ ത്രൂ അല്ലാതെ ഇപ്പൊ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ ടെസ്ലയിൽ ഒരു കുട്ടി ഇന്റേൺഷിപ്പ് ചെയ്തു, ഒരു വിദ്യാർത്ഥി ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള കൊടുത്തോളണമെന്നില്ല. അവിടെ കൺവെൻഷണൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് HOD കൊണ്ടുവന്നില്ല. അപ്പൊ അത് HOD ആണ് അതിനെ നമ്മുടെ ഫോർമാറ്റിലേക്ക്, യൂണിവേഴ്സിറ്റി ഫോർമാറ്റിലേക്കും അതിന്റെ ക്രെഡിറ്റ് ഫോർമാറ്റിലേക്കും കൺവേർട്ട് ചെയ്യേണ്ടത്. അത്തരം ഡയറക്റ്റ് വിൻഡോയിൽ കൂടെ വരുന്നത്. അതിന് യൂണിവേഴ്സിറ്റി ഒരു വിൻഡോ സ്റ്റാർട്ട് ചെയ്യുകയും അത് ത്രൂ അത്തരം ക്രെഡിറ്റുകളെ അക്രെഡിറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഒരു ലോക്കൽ വെണ്ടറെ കോളേജിൽ ലഭിക്കുകയും അതിനെ ഇന്റേൺഷിപ്പ് കേരള പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ എല്ലാതും ഇന്റേൺഷിപ്പ് കേരള ത്രൂ തന്നെ
സർട്ടിഫിക്കേഷൻ ആണെങ്കിലും ക്രെഡിറ്റൈസേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കും. മറ്റേതാവുമ്പോൾ അതിനുള്ള വിൻഡോയും അവൈലബിൾ ആണ്. കാരണം രണ്ട് വേയിൽ കൂടെ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ പോർട്ടലിൽ കുട്ടികൾ രജിസ്റ്റർ ചെയ്തെങ്കിലും ഈ രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് വേറെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡയറക്റ്റ് ആയിട്ട് നോക്കാം അല്ലെ? ചെയ്യാം. ഓക്കെ. അതിലുപരിയായിട്ട് ഇനി അതല്ലാതെ ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് കാരണം കൊണ്ട് തന്നെ പറയുകയാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ്, ഫിസിക്സ്, BBA പോലത്തെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അതിൽ AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് 4 ക്രെഡിറ്റ്സ് ആണ്. അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ 2 ക്രെഡിറ്റ്സ് ആണ്. ഏത് ആംഗിളിലാണെങ്കിലും അതിന് AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പുകളും അവൈലബിൾ ആണ്. അഥവാ ഇപ്പൊ ഗൂഗിൾ പോലത്തെ, ആമസോൺ പോലത്തെ വലിയ കമ്പനികൾ അവരുടെ വെർച്വൽ ഇന്റേൺഷിപ്പ് നമുക്ക് ഇതിലേക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. അത്തരം വെർച്വൽ ഇന്റേൺഷിപ്പ് നമ്മുടെ വിദ്യാർത്ഥികൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അല്ല, ടോട്ടൽ അല്ല പറഞ്ഞത്, ഒരു 50% എബോവ് ആളുകളും സെൽഫ് മോട്ടിവേറ്റഡ് അല്ലാത്തത് കാരണം കൊണ്ട് അത്തരം വെർച്വൽ ഇന്റേൺഷിപ്പുകൾ സെൽഫായിട്ട് ഇരുന്ന് കംപ്ലീറ്റ് ആക്കുമോ എന്നുള്ളതൊരു ഭയമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ അതിനൊരു ഹൈബ്രിഡ് മോഡല്, നമ്മുടെ ഇപ്പോൾ കോളേജിന് ഒരു ഫാക്കൽറ്റീനെ തരികയാണെങ്കിൽ ആ ഫാക്കൽറ്റിക്ക് FDP പ്രോഗ്രാം ഗൂഗിൾ ഓർ ആമസോൺ പോലത്തെ ഇൻഡസ്ട്രികൾ ഡയറക്റ്റ് ആയിട്ട് FDP പ്രോഗ്രാം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നൽകുകയും അതിന് സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ആ FDP പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത സ്റ്റാഫുകൾ എന്ന് പറയുന്നത് അവർ ക്ലാസ് എടുക്കാനല്ല, ഇവരെ ജസ്റ്റ് സൂപ്പർവൈസ് ചെയ്യാൻ. അപ്പൊ കോളേജിന്റെ ഫെസിലിറ്റി, ലാബ് ഫെസിലിറ്റി കൊടുക്കുകയും ട്രെയിനിങ്, ഇത്തരം വലിയ കമ്പനികൾ അവരുടെ ട്രെയിനിങ് പ്ലാറ്റ്ഫോം തരികയും അവരുടെ ട്രെയിനിങ് അവർ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. നമ്മളത് സൂപ്പർവൈസ് ചെയ്യുകയും കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വളരെ ചെറിയ കോസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് 2 or 4 ക്രെഡിറ്റിന്റെ ഇന്റേൺഷിപ്പുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഇത്തരം ഹൈബ്രിഡ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും ഈ പോർട്ടൽ ത്രൂ അവൈലബിൾ ആണ്. അത് ഓരോ ഡിപ്പാർട്ട്മെന്റും ഇൻഡിവിജ്വലി നമ്മുടെ കോർഡിനേറ്റേഴ്സിനോട് സംസാരിച്ചുകൊണ്ട് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അവൈലബിൾ ആയിട്ടുള്ള വ്യൂ ഉള്ളത് മാത്രമല്ല, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ഏതെല്ലാം ആംഗിളിൽ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോദിച്ചത് കാരണം കൊണ്ട് ഞാനൊരു എക്സാമ്പിളും കൂടെ ആഡ് ഓൺ ചെയ്തു എന്ന് മാത്രം. ഓക്കെ സാർ, അതുപോലെ ഒരു ഡൗട്ടും കൂടെ, അതായത് ഇപ്രാവശ്യമാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം ഈ വർഷം April 6-7 നമ്മുടെ 4th സെമസ്റ്ററിന്റെ യൂണിവേഴ്സിറ്റി തിയറി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോ April 23rd വരെ അങ്ങോട്ട് ഈ എക്സാമിനേഷൻ പോകുന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ മെയ്യിൽ ഇലക്ഷനും വരുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന ഈ 3 സ്ലോട്ട് കാര്യങ്ങളിലൊക്കെ പോസിബിൾ ആവുമോ ഇപ്രാവശ്യം? നമ്മൾ അതുകൊണ്ടാണ് 3 സ്ലോട്ട് ആക്കിയിട്ടുള്ളത്. ശരിക്കും 4 സ്ലോട്ട് നമുക്ക് കിട്ടും. 15 days ആണ് നമുക്ക് ഒരു ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടത്. 4 സ്ലോട്ടിൽ നിന്ന് ഒരു സ്ലോട്ട് ഒഴിച്ചിട്ടുള്ളത് എപ്പോഴാണോ ഇലക്ഷൻ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അതിനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ MG യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ മാർച്ച് മാസം തന്നെ എക്സാമിനേഷൻ കംപ്ലീറ്റ് ആക്കത്തക്ക രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം യൂണിവേഴ്സിറ്റികൾക്ക് ഫസ്റ്റ് സ്ലോട്ട് ഫില്ലായി പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ മെയ് മാസത്തിലുള്ള സ്ലോട്ടിലേക്ക് ബുക്ക് ചെയ്താൽ മതി വിദ്യാർത്ഥികൾക്ക്. അപ്പൊ ആ രീതിയിൽ ഇപ്പോൾ തന്നെ നമുക്കതിനെ ബുക്ക് ചെയ്തിട്ട് എടുത്തക്ക രീതിയിൽ നമുക്കത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഓപ്പണിംഗ് എന്താണെങ്കിലും ജൂണിൽ സ്റ്റാർട്ട് ചെയ്യുമല്ലോ അല്ലെ ക്ലാസ് കോളേജ്? അതെ. അപ്പൊ നമുക്ക് ആ മെയിൽ തന്നെ തീർക്കത്തക്ക രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. കാരണം കണ്ണൂർ യൂണിവേഴ്സിറ്റി അണ്ടറിൽ ആകെ 15,000 വിദ്യാർത്ഥികളോ അതിൽ താഴെ വിദ്യാർത്ഥികളാണ് ഉള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് അതിനെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ. സർ, ഞാൻ MG കോളേജിൽ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറാണ്. അപ്പൊ നമ്മളിപ്പം ഇന്റേൺഷിപ്പിന്റെ പോർട്ടലിൽ നോക്കുമ്പോൾ നേരത്തെ സന്ധ്യ ടീച്ചർ പറഞ്ഞു ഫിസിക്സിലേതും കെമിസ്ട്രി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവാണ്. ഇപ്പൊ ഈ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ ആ പോർട്ടലിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ കുറച്ച് BCom BBA കുട്ടികൾക്കൊക്കെ ഉള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ കുട്ടികളെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഇതർ ഏതെങ്കിലും ഓൾറെഡി ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും കെമിക്കൽ കമ്പനികൾ അങ്ങനെ ആരെങ്കിലും നമ്മൾ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ആണോ ഇനി ചെയ്യാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എടുക്കേണ്ടത്? 2 ഓപ്ഷൻ ഉണ്ട് മാഡം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോലത്തെ സ്ഥലങ്ങളിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്.
ഇനി ഇതേപോലെ തന്നെ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, അതല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഇതേപോലെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള ആംഗിളിൽ നമുക്ക് നമ്മുടെ കോർഡിനേറ്റേഴ്സിനെ വിടുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇനി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അതിൽ പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി അണ്ടറിലുള്ള എൻ്റയർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന് നമുക്കൊരു വെബിനാർ അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുകയാണെങ്കിൽ, എൻ്റയർ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ചേർന്നുകൊണ്ട് ഒരു ഇത് സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഇൻഡിവിജ്വലി അഡ്രസ് ചെയ്തുകൊണ്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസിന്റെ കൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ആ കൗണ്ട് അനുസരിച്ചിട്ടുള്ള വാക്കൻസീസ് നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും. അത്തരം വാക്കൻസീസ് നമുക്ക് ഓരോ കോളേജിനും, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അതിലെ കാര്യങ്ങൾ. ഇപ്പോൾ നമുക്ക് റെസിഡൻഷ്യൽ ആയിട്ടുള്ളതായിരിക്കും, ചിലപ്പോൾ കണ്ണൂർ ഉണ്ടാവില്ല, എറണാകുളത്തോ ഇപ്പോൾ ക്ലിനിക്കൽ ഡാറ്റ മാനേജ്മെന്റ് പോലത്തെ മേഖലകളിൽ ഇപ്പോൾ മാറി വേനേഴ്സ് എന്നൊക്കെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ആ മേഖലയാണ് ഓപ്റ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ 3 ഇൻഡസ്ട്രികളാണ് ആകെ ട്രിവാൻഡ്രത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് മേഖലകളിൽ വരുന്നുണ്ട്. എക്സാമ്പിൾസ് അധികം വരുന്നില്ലെങ്കിൽ പോലും ഇത്തരം നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പണ്ടത്തെ ഇപ്പോൾ MG യൂണിവേഴ്സിറ്റി അണ്ടറിലൊക്കെ ആകെ ഫിസിക്സിന് നമ്മൾ കൗണ്ട് എടുത്തപ്പോൾ <1000 or <500 സ്റ്റുഡൻസേ ആകെ ഉള്ളൂ. എല്ലാ കോളേജിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ പോലും ആകെ വിദ്യാർത്ഥികൾ വളരെ കുറവേ ഉള്ളൂ. അപ്പൊ നമുക്ക് അത്തരം വിദ്യാർത്ഥികളുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ഇൻഡസ്ട്രികളിലോ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ ഒക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ്. അത് നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആംഗിളിൽ ഇപ്പോൾ മാഡം നിങ്ങൾ മുൻകൈ എടുത്തിട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി മുൻകൈ എടുത്തിട്ടോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ളതും കൂടെ ഈ കുറവ് ഫീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക്, ഞങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറവാണ് എന്നുള്ളത് ഫീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകൾക്ക് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോർഡിനേറ്ററെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം. ഈ 2 മേഖലയിൽ കൂടെ നമുക്ക് നിന്ന് കഴിഞ്ഞാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ തന്നെ ആ വാക്കൻസീസ് അവൈലബിൾ ആക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പം കോർഡിനേറ്ററുമായി കോൺടാക്ട് ചെയ്യുകയാണോ വേണ്ടത്? എങ്ങനെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കോർഡിനേറ്ററോട് കോൺടാക്ട് ചെയ്യാണ് വേണ്ടത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ ആകെ 115 കോളേജ് ആണല്ലോ ഉള്ളത്. അതിനകത്ത് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് ഉള്ള കോളേജുകൾ എത്രയാണോ ആ കോളേജുകളെ ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ ഹെൽപ്പോട് കൂടിയോ അല്ലെങ്കിൽ ഡയറക്റ്റ്ലിയോ ഏത് രീതിയിൽ വേണമെങ്കിലും ലൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഞാൻ അതിന്റെ സ്റ്റാറ്റിക്സ് എടുത്തതിന് ശേഷം നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ വെച്ചിട്ട് നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊരു വലിയൊരു ടാസ്ക് അല്ല. പക്ഷെ നമ്മളത് വർക്ക് ചെയ്താലേ അതിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് ഒരു ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, പോർട്ടലിൽ നോക്കുമ്പോൾ നമുക്ക് അവൈലബിൾ ആവുക എന്ന് പറയുന്നത് ജനറലി ഇങ്ങോട്ട് വരുന്ന ഇൻഡസ്ട്രികളും ഇങ്ങോട്ട് ഓപ്പർച്യൂണിറ്റീസ് പോപ്പപ്പ് ചെയ്യുന്ന ഇൻഡസ്ട്രികളുമാണ്. അത്തരം ഇൻഡസ്ട്രികൾ ചിലപ്പോൾ ഓരോ കോളേജിനനുസരിച്ചിട്ടാണ് സ്റ്റാൻഡേർഡ് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം. പക്ഷേ നമുക്ക് ടാർഗറ്റ് ചെയ്ത് നമുക്ക് അങ്ങോട്ട് പോയി ചോദിച്ചാൽ, ഇപ്പോൾ ഡോക്ടർ റെഡ്ഡീസിൽ തന്നെ എൻ്റെ കുട്ടിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യണം എന്ന് ഒരു HOD ആഗ്രഹിച്ച് അതിനുവേണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അവൈലബിൾ ആക്കാൻ സാധിക്കും. പക്ഷെ അവിടെ ഒരു വർക്ക് അവിടെ നടക്കേണ്ടതുണ്ട്. ആ വർക്കിന് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ആ രീതിയിൽ ചെയ്യും. ഇനി പല ഓപ്ഷൻസ് ഉണ്ട്. പല ഹോസ്പിറ്റൽസ് തന്നെ ഒരു 120ഓളം ഹോസ്പിറ്റൽസ് ഓൾറെഡി ടൈപ്പ് ഉള്ളതുണ്ട്. അത്തരം ഹോസ്പിറ്റൽസിൽ അവരുടെ ഏതെങ്കിലും സെക്ഷനിൽ വെറുതെ ഇവർ ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഒരു അസിസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാലും അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നോമിനൽ കോസ്റ്റിലാണോ, കൺസ്യൂമബിൾസ് ഉള്ളതാണോ, കൺസ്യൂമബിൾസ് ഇല്ലാത്തതാണോ, ഇത്തരം എല്ലാ പോസിബിലിറ്റീസും നമുക്ക് നോക്കിക്കൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും. സാറേ കേൾക്കുന്നുണ്ടോ? സാർ, എൻ്റെ പേര് ഡോക്ടർ സന്തോഷ്, പയ്യന്നൂർ കോളേജിലത്തെ HOD ആണ്, കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. സാറേ, ഇതിന്റെ ഒരു ഡൗട്ട്, ഇപ്പം ഞാനിതൊരു ഇന്റേൺഷിപ്പ് പോർട്ടലിൽ കയറി നോക്കിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോൾ ആദ്യ സ്റ്റെപ്പായിട്ട് കുട്ടിയോട് ഇന്റേൺഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയുമ്പം അവിടെ കുട്ടിക്ക് രജിസ്ട്രേഷന് മാത്രമായിട്ടൊരു ഓപ്ഷൻ ഉണ്ടോ, അതോ ഇപ്പം അവിടെ കയറുമ്പോൾ തന്നെ കുട്ടി ഈ പറയുന്ന ലിസ്റ്റ് ഓഫ് ഫേമിൽ അത് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഞാനിത് പറയാൻ കാരണം, കുട്ടിക്ക് ജസ്റ്റ് രജിസ്ട്രേഷന് മാത്രമാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ കുട്ടിക്ക് സ്വന്തമായിട്ട് വേറൊരു സ്ഥാപനം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ, മറിച്ച് ഈ കുട്ടി ഇതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വേറൊന്നിലോട്ട് പോകുമ്പോൾ വേറൊരു കുട്ടി ഈ രജിസ്ട്രേഷൻ നഷ്ടപ്പെടുത്തുകയാണല്ലോ നമ്മൾ ചെയ്യുക. ആ രീതിയിൽ നമ്മൾ അതായത് രജിസ്ട്രേഷൻ ഓൺലി എന്നൊരു ഇതും അല്ല, രജിസ്ട്രേഷൻ വിത്ത് സെലക്ഷൻ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ഇതിലുണ്ടോ എന്നുള്ളതാണ് ഒരു ഡൗട്ട്. കുട്ടിക്ക് ബേസിക് രജിസ്ട്രേഷൻ ഫസ്റ്റ് ചെയ്യാം. എത്ര രജിസ്ട്രേഷൻ ചെയ്താലും എന്താണ് HOD ബോണഫൈഡ് കൊടുക്കാതെ നമുക്ക് സീറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യില്ല, ഫ്രീസ് ചെയ്യില്ല.
ഓക്കെ HOD ബോണഫൈഡ് കൊടുത്തതിന് ശേഷം മാത്രമാണ് ഫീ പേയ്മെന്റിലേക്കും, അല്ലെങ്കിൽ ഫീസ് ഉള്ളതാണെങ്കിൽ ഫീ പേയ്മെന്റിലേക്കും, ഫീസ് ഇല്ലാത്തതാണെങ്കിൽ ആ രീതിയിലേക്ക് എൻറോൾമെന്റിലേക്ക് പോകുന്നുള്ളൂ. അപ്പൊ അത് കാരണം കൊണ്ട് ബേസിക് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടി രജിസ്റ്റർ ചെയ്ത് ഒരു ഇന്റേൺഷിപ്പ് അതിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കലല്ല നമ്മൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഒരു HOD തീരുമാനിക്കണം എന്റെ വിദ്യാർത്ഥികൾ ഏത് ടോപ്പിക്കിൽ ഏത് ഇൻഡസ്ട്രിയിൽ ചെയ്യണം. അത് ഒറ്റ ഇൻഡസ്ട്രി ഒറ്റ ടോപ്പിക് ആയിക്കൊള്ളണമെന്നില്ല, മൾട്ടിപ്പിൾ ആവാം, മൾട്ടിപ്പിൾ ഓപ്ഷൻ കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന സ്റ്റാൻഡേർഡ്, ഒരു സ്റ്റാൻഡേർഡ് മാത്രം പറയാം, ഇന്നതോ അതിൽ മുകളിലുള്ളതോ അങ്ങനെയൊക്കെ പറയാം. അതല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ നിന്ന് പോകും, നെയിം സേക്കിനുള്ള ഒരു ക്രെഡിറ്റ് കിട്ടത്തക്ക രീതിയിൽ മാത്രമുള്ള ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു വരും. അത് ചെയ്യാതിരിക്കണമെങ്കിൽ, പിന്നെ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മൊത്തത്തിൽ നമുക്ക് 20% വിദ്യാർത്ഥികൾ എക്കണോമിക്കലി ഏതും ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായിരിക്കും. ലാസ്റ്റ് 20% ആളുകൾ എത്ര ചെറിയതാണെങ്കിലും അവർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് രണ്ടും കണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ടോപ്പിക്കോ അല്ലെങ്കിൽ ഒരു ഇത് സെറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പല പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടായിരിക്കണം നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത്. അത് കാരണം കൊണ്ടാണ് ഓരോ HODക്കാണ് അതിൽ ഏറ്റവും വലിയ റോൾ എന്ന് പറയുന്നത്. അപ്പൊ സാറിനാണ് അറിയാം, സാറിന്റെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള വിദ്യാർത്ഥികൾ ഏത് രീതിയിൽ ചെയ്യണം. അപ്പൊ നമുക്കിതിലിപ്പോ ടാലി അഫിലിയേറ്റഡ് ആണ്. അപ്പൊ ടാലി അഫിലിയേറ്റഡ് ആണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഞാൻ സാന്ദർഭികമായിട്ടുള്ള എക്സാമ്പിൾസ് ആണ് പറയുന്നത് കേട്ടോ, അത് ബാക്കി എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്, അത് കാരണം കൊണ്ടാണ്. സോറി. അപ്പൊ ഇപ്പൊ ടാലി ബാംഗ്ലൂർ ഇതിനകത്ത് എംപാനൽഡ് ആണ്. നമുക്ക് ടാലി പ്രോഗ്രാം അപ്പുറത്തുള്ള കമ്പ്യൂട്ടർ സെന്ററിനെ ഏൽപ്പിക്കാം. അത് വളരെ എളുപ്പമുള്ള മെത്തേഡാണ്. ഈ വിദ്യാർത്ഥികൾക്ക് ആ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് ചിലപ്പോൾ 2000 രൂപക്കോ 3000 രൂപക്കോ 5000 രൂപക്കോ 6000 രൂപക്കോ എത്രയോ അവർ ഫിക്സ് ചെയ്യുന്ന എമൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാലി പ്രോഗ്രാം അവർക്കും എടുത്തു കൊടുക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ CSD CCT സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സസ് ആൻഡ് കരിയർ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞ ഒരു സ്കിൽ സെന്റർ നമ്മൾ കോളേജിൽ തുടങ്ങിയിട്ടുള്ളതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇത്രയും വെൽ ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ സെന്ററിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കാനല്ല. ആക്ച്വലി ആ കമ്പ്യൂട്ടർ സെന്ററിനെ പോലും ഡിപ്പെൻഡ് ചെയ്യാതെ പബ്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പോലും നമ്മുടെ കോളേജിൽ വെച്ച് ഭാവിയിൽ 2 വർഷത്തിനുള്ളിൽ നടത്തക്ക രീതിയിൽ നമ്മൾ നമ്മുടെ സ്കിൽ സെന്റർ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്, നമുക്ക് തലവേദന ഇല്ല, എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വിടുന്നതാണോ നല്ലത്, അതല്ലെങ്കിൽ ടാലിയുടെ എല്ലാ ക്ലൗഡ് ഫെസിലിറ്റീസും എല്ലാ ഓൺലൈൻ ഫെസിലിറ്റീസും നമുക്ക് നമ്മുടെ ക്യാമ്പസിലേക്ക്, നമ്മുടെ ലാബിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെന്ററെ, ഒരു സൂപ്പർവൈസറെ നമുക്കൊരു നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റ് ഫേമിൽ പോയി സംസാരിച്ച് അവിടെ നിന്നുള്ള ആളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ആ റിസോഴ്സ് പേഴ്സണെ നമ്മൾ ഇവിടെ നിർത്തുകയും ഈ ഓഡിറ്റ് ഫേമിലുള്ള ആളുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും നമ്മളിവിടെ ഷെയർ ചെയ്യുകയും, ഇനി നമ്മുടെ കോളേജിൽ തന്നെ അതിന് എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും ഉള്ള ആളുണ്ടെങ്കിൽ ആ ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് കൊടുക്കുന്നു. ഇല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ഓഡിറ്റ് ഫേം, ഇപ്പോൾ ഓഡിറ്റ് ഫേമുകളിലൊക്കെ ആർട്ടിക്കിൾസ് കുറവാണ്, CA പ്രോഗ്രാമിന് ഇന്റർ കഴിഞ്ഞിട്ട് ആർട്ടിക്കിൾഷിപ്പ് ഉള്ളൂ എന്നത് വെച്ചപ്പോൾ ആർട്ടിക്കിൾസ് കുറവാണ്. അപ്പോൾ അവരുടെ ഒരു സൂപ്പർവിഷനിൽ ഈ ഷോർട്ട് ടേം ഇന്റേൺഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റയർ വിദ്യാർത്ഥികളെ നമുക്ക് ലോങ് ടേം ഇന്റേൺഷിപ്പിന് 6 months ആ ഓഡിറ്റ് ഫേമിലേക്ക് പറഞ്ഞയക്കാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഉദ്ദേശിച്ചുകൊണ്ടുള്ള പ്രോഗ്രാംസ് നമുക്ക് എന്താണോ, അല്ലെങ്കിൽ ഫിൻടെക്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മാനേജ്മെന്റിൽ നിന്ന് ലോജിസ്റ്റിക്സ് പോലത്തെ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ഏതേത് ടോപ്പിക്സിലാണ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്ത് നമ്മൾ ഇപ്പോൾ ലോജിസ്റ്റിക്സിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടുമെന്ന് ആദ്യം നോക്കണം. ദെൻ ഫ്രീ ഓഫ് കോസ്റ്റ് അദാനി പോർട്ടിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇന്റേൺഷിപ്പ് അവൈലബിൾ ആണെങ്കിലും കണ്ണൂരിൽ നിന്നും ട്രിവാൻഡ്രം പോയി അവിടെ അക്കോമഡേഷനും ട്രാവലിങ്ങും ഫുഡും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ചിലപ്പോൾ ഒരു 10-12,000 രൂപ ചെലവ് വരും. അപ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റിനേക്കാൾ കുട്ടികൾക്ക് ബേർഡൻ ആവും ചിലപ്പോൾ ഇത്തരം ഇന്റേൺഷിപ്പുകൾ. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കാര്യമില്ല, ബേർഡൻ ആയി മാറും. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ അദാനി പോർട്ടലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള എക്സ്പേർട്ടിനെ നമ്മുടെ കോളേജിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ കോളേജിൽ അവരുടെ ആ എക്സ്പെർട്ടൈസ് ഷെയർ ചെയ്യുകയും ഒരു IV അദാനി പോർട്ടലിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ഡയല്യൂട്ട് ചെയ്യത്തക്ക രീതിയിൽ അല്ലാതെ തന്നെ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇത്തരം മെത്തേഡുകൾ, ഇത്തരം പോസിബിലിറ്റീസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് റിസ്ക് ഉണ്ട്. കാരണം കുറച്ച് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഞങ്ങൾക്കും അത് റിസ്ക് ആണ്. ഞങ്ങൾക്ക് ഇൻഡിവിജ്വലി ഏറ്റവും കൂടുതൽ കാണുന്നത് സെല്ലിയിലാണ്. സെല്ലിംഗ് എന്നുള്ള പറഞ്ഞ ആംഗിളിൽ നല്ലത്, പക്ഷെ സെല്ലിംഗ് അല്ലല്ലോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ പ്ലാറ്റ്ഫോമിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. അത്തരം സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് പല പോസിബിലിറ്റീസും നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും.
ഓക്കെ സാർ, സാർ പറഞ്ഞത് വ്യക്തമായി, താങ്ക് യു. അതിന് ഇപ്പൊ ഒരു തുടക്കത്തിലായതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇനിയിപ്പോ ഈ നമ്മളിപ്പോ ഔട്ട് സൈഡ് ഇപ്പൊ തന്നെ ഈ ചില ഫേമുകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് സമീപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ടാക്സ് പ്രാക്ടീഷണേഴ്സ്, GST പിന്നെ കൊടുക്കുന്ന ഓഡിറ്റിംഗ് ഫേംസുകൾ, പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഞങ്ങൾ ഇന്റേൺഷിപ്പ് നൽകാം, പിന്നെ ഒരു പിന്നെ 5,000 to 7,000 റുപ്പീസ് തരണം, പിന്നെ അതിന്റെ എല്ലാ യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ തുടക്കത്തിലാവുമ്പോൾ നമുക്ക് അറിയാലോ ഇതിന്റെ ഉള്ളിലുള്ള മാനിപ്പുലേഷൻസ് നടന്നാലോ എന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് നമ്മൾക്ക് അവിടെ എന്തെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിക്കും അതുപോലെ ഈ പറയുന്ന ഗവൺമെന്റ് ഹയർ എഡ്യൂക്കേഷനും ചേർന്നിട്ട് എന്തെങ്കിലും ചില ഗൈഡ് ലൈൻസും സ്റ്റിപ്പുലേഷൻസും വെക്കാൻ അതിനകത്ത് ഒരു പറ്റുമോ? ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇൻഡസ്ട്രി ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇൻഡസ്ട്രി ഗൈഡ് ലൈൻസ് നമുക്ക് ജനറലിയെ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ 1 കോടിയെങ്കിലും ടേൺ ഓവർ ഉള്ള കമ്പനി, ലാസ്റ്റ് 3 years എങ്കിലും എക്സിസ്റ്റൻസ് ഉള്ള കമ്പനി, അതല്ലെങ്കിൽ ഒരു 20 സ്റ്റാഫുകളെങ്കിലും വർക്ക് ചെയ്യുന്ന കമ്പനി, ഇങ്ങനത്തെ ജനറൽ ഗൈഡ് ലൈൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പൊ സപ്പോസ് ഒരു ഇൻഡിവിജ്വൽ വ്യക്തിയാണെന്ന് വിചാരിച്ചോളൂ, നല്ല ടാക്സ് പ്രാക്ടീഷണർ ആണ്, പക്ഷെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രീലാൻസർ ആണ്. അപ്പോ സന്തോഷ് സാറിന് തോന്നുകയാണ് ആള് നല്ല എബിലിറ്റി ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉണ്ട്, സാറിന് അത് കൺവിൻസ്ഡ് ആണെങ്കിൽ സാറിന്റെ അല്ലെങ്കിൽ കോളേജിന്റെ റെക്കമെൻഡേഷനിൽ മാത്രം നമ്മൾ അവരെ എംപാനൽ ചെയ്യും, വേറെ ഒന്നും അതിൽ നോക്കുന്നില്ല. അത് ഇനീഷ്യൽ സ്റ്റേജ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ സാറ് കൺവിൻസ്ഡ് ആണോ എന്നുള്ളതാണ് അതിലെ കാര്യം. സാറിന് റെക്കമെൻഡ് ചെയ്യാം, സാറിന്റെ റെക്കമെൻഡേഷനിൽ മാത്രം ആ വ്യക്തിയെ നമ്മൾ ഈ പോർട്ടലിൽ എംപാനൽ ചെയ്യും. ഇനി സാറിന് ഒരു ബാച്ച് ഇന്റേൺഷിപ്പ് എടുത്തപ്പോ തോന്നി ആള് ഞാൻ വിചാരിച്ചത്ര ക്വാളിറ്റി ഇല്ല, സാറിന് ആ റെക്കമെൻഡേഷൻ പിൻവലിക്കാൻ പറ്റും. അപ്പൊ അടുത്ത ആൾക്കോ അല്ലെങ്കിൽ അടുത്ത ബാച്ചിനോ ആൾക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കില്ല. എല്ലാ ഫ്ലെക്സിബിൾ ഓപ്ഷൻസും ഇതിനകത്ത് അവൈലബിൾ ആണ്. കാരണം അല്ലെങ്കിൽ ഇത് നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയില്ല, പറ്റില്ല. ഓക്കെ സാർ, ലാസ്റ്റ് ഒറ്റ ഡൗട്ടും കൂടി, ഇത് ഒരു പ്രാക്ടിക്കൽ ഡൗട്ട് സാർ. നമ്മളിപ്പോൾ പുറത്ത് പോയിട്ടാണ് കുട്ടി ചെയ്യുന്നത്. ഇപ്പൊ പിന്നെ പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന ഒരു 10 കുട്ടികൾ എറണാകുളത്തുള്ള ഒരു കമ്പനിയിൽ ഓഡിറ്റിംഗ് അങ്ങനെ ഒരു ഫേമിൽ പോയി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. സാറേ അപ്പൊ നമ്മൾ ഇനി പീരീഡ് ഉണ്ടോ? അതായത് 15 days അങ്ങനെ എന്താണ് അതിന്റെ, അത് 60 hours ആക്കിയല്ലേ പറയുന്നത്? ഹവേഴ്സ് ആണ്, ക്രെഡിറ്റിന് ഹവേഴ്സ് ആണ്. ആ ഹവേഴ്സ് അവര് മാൻഡേറ്ററി ട്രെയിനിങ് ഹവേഴ്സ് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഹവേഴ്സ് അവരവിടെ ചെയ്തു കഴിഞ്ഞു എന്നുള്ള അറ്റൻഡൻസ് ആ ഇൻഡസ്ട്രിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു. ആ ഇൻഡസ്ട്രിയുടെ ഡേയ്സ് വിഷയമല്ല, ഡേയ്സ് പറയുന്നില്ല, ഡേയ്സ് തന്നെ വിഷയമല്ല. ഹവേഴ്സ് ആണ് നമ്മൾ മാൻഡേറ്ററി ട്രെയിനിങ് ഹവേഴ്സ് ആണ്. ഒരാള് ഒരു 8 മണിക്കൂർ ഷിഫ്റ്റ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞല്ലോ. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ സാറേ, ഞാൻ MG കമ്പ്യൂട്ടർ സയൻസിലെ ടീച്ചറാണേ. ഓക്കെ മാഡം, പറഞ്ഞോളൂ. അതായത് ഇപ്പൊ ഈ സന്തോഷ് സാറ് ചോദിച്ചതിന്റെ കൂടെ എനിക്ക് ആഡ് ചെയ്യാനാണ്. കാരണം ഇപ്പം കുട്ടികൾ കുറച്ചു പേരെങ്കിലും സ്വന്തം താല്പര്യത്തിനനുസരിച്ചിട്ട് പുറത്തു പോകാൻ റെഡിയാണ്, അവർക്ക് അങ്ങനെയുള്ള ഓഫേഴ്സും കിട്ടുന്നുണ്ട്. ഫ്രീ ആയിട്ട് തന്നെ ഇന്റേൺഷിപ്പ് കൊടുക്കാം എന്ന് മീൻസ് നമ്മുടെ അലുമിനി കോൺടാക്റ്റിലൊക്കെ വെച്ചിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്? അവർ തരുന്ന ആ ഒരു അവർ മീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ മാത്രം മതിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോർമാലിറ്റീസ് ഉണ്ടാവോ അതിന്? മാഡം, ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ഇൻഡസ്ട്രി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഇൻഡസ്ട്രിയിലെ നമുക്ക് ഇന്റേൺഷിപ്പ് കേരള പോർട്ടൽ ത്രൂ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ വർക്കുകളും ഈസി ആയി കിട്ടും. അതിന് യാതൊരു ചാർജും വരുന്നില്ല, ആ ഇൻഡസ്ട്രിക്ക് വരുന്നില്ല, വിദ്യാർത്ഥികൾക്ക് വരുന്നില്ല. എല്ലാം ഈ പ്ലാറ്റ്ഫോം ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യല് ഇപ്പൊ ഈവൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആണെങ്കിലും അവർ അതിനൊക്കെ സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. ഈവൻ ബോണഫൈഡ് ലെറ്റർ ഇഷ്യൂ ചെയ്യല്, എല്ലാ കാര്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. മാഡം റെക്കമെൻഡ് ചെയ്തിട്ട് ആ ഇൻഡസ്ട്രീനെ റെക്കമെൻഡ് ചെയ്താൽ സാധിക്കും. ഒന്ന്, ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് ആ ഇൻഡസ്ട്രിയിൽ ആ വിദ്യാർത്ഥികൾ പോകുന്നു, ആ ഹവേഴ്സ് എന്താണോ ഡെലിവറബിൾസ് എന്നുള്ളത് സെറ്റ് ചെയ്യുന്നു, എക്സ്പോഷർ ഏരിയ സെറ്റ് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ മാഡം കൺവിൻസ്ഡ് ആണെങ്കിൽ അവർ ആ ഇൻഡസ്ട്രിയിലേക്ക് വിടുകയും അവർ നൽകുന്ന സർട്ടിഫിക്കറ്റിനെ നമുക്ക് യൂണിവേഴ്സിറ്റി അതിനുള്ള വിൻഡോ ഓപ്പൺ ചെയ്യും. എന്താണെങ്കിലും അതുവഴി നമുക്ക് അതിനെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് അതിനെ ആ പാരലൽ റൂട്ടിലേക്ക് പോകാൻ പറ്റും. ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് തന്നെ ഈ പ്ലാറ്റ്ഫോം ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അവർക്ക് എല്ലാ ഓപ്ഷനും, മാഡത്തിനും ഹെഡേക്ക് ഇല്ല, എല്ലാ കാര്യങ്ങളും ഇതിൽ കിട്ടും.
നേരെ ക്രെഡിറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൂടെ അവർക്ക് ഫെച്ച് ചെയ്യത്തക്ക രീതിയിലാണ് ഇതിന്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷെ ചില MNCs ആകുന്ന സമയത്ത് അവർക്ക് ഈ ഒരു പോർട്ടൽ രജിസ്റ്റർ ചെയ്യാനുള്ള ആ ഒരു MNC ഒക്കെ ആകുമ്പോൾ രജിസ്റ്റർ ചെയ്യാൻ സാധ്യത വളരെ, കാരണം അവർക്ക് അത് ബോർഡ് ഡിസിഷൻ ഒക്കെ എടുത്ത് വരണമെങ്കിൽ ടൈം എടുക്കും. അത് പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. അത് ചിലപ്പോൾ അലുമിനിയുടെ ഒക്കെ സപ്പോർട്ടിൽ 1-2 വേക്കൻസി അവൈലബിൾ ആക്കിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ പോയതിനു ശേഷം അവർ നൽകുന്ന ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് മാഡം വാങ്ങുകയും അത് ഇവാലുവേഷൻ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അവിടെ ഈ കോളേജിന് തന്നെ ഒരു വൈവ നടത്തിയിട്ടോ അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ ഇവാലുവേഷൻ നടത്തി അതിനുള്ള ക്രെഡിറ്റും കാര്യങ്ങളും പോയിന്റുകളും ആഡ് ചെയ്തിട്ട് ഇടാൻ സാധിക്കും. അതിനുള്ള ഓപ്ഷൻ എന്തായാലും യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ട്. ഓക്കെ സർ, താങ്ക് യു. സാർ, മറ്റുള്ളവർ ചോദിക്കാത്തതുകൊണ്ടാണ് ഒന്നും കൂടി ചോദിക്കുന്നത്. അതായത് ഇപ്പൊ ഒരു പിന്നെ നമ്മളിപ്പോ 65 കുട്ടികൾ അല്ലെങ്കിൽ 60 കുട്ടികളുണ്ടെങ്കിൽ ഒരു 30 സ്റ്റുഡൻസ് പിന്നെ സാമ്പത്തികമായിട്ടോ ഒരു മൊത്തത്തിൽ സ്മാർട്ടായ ആളുകൾ പിന്നെ കോഴിക്കോടോ എറണാകുളത്തോ ഒക്കെ പോവാൻ തയ്യാറാവുന്നു. എന്നാൽ പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് വീക്കായിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ, യാത്ര ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ പറയുന്ന വീട്ടിൽ നിന്ന് അധികം മാറി രക്ഷിതാക്കൾ ആഗ്രഹിക്കാത്ത തരത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. എന്നാൽ പോലും അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഇപ്പം ഞാൻ പയ്യന്നൂർ കോളേജിലാണെങ്കിൽ പയ്യന്നൂരിൽ തന്നെയുള്ള ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞപ്പോൾ ICICI, പിന്നെ HDFC, പിന്നെ SBI ലൈഫ് തുടങ്ങിയ ഒരുപാട് ഫേമുകളായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ട്. നമ്മൾ ഈ പിന്നെ പ്ലേസ്മെന്റ് ഡ്രൈവുകളൊക്കെ നടത്തുന്നവർ. അത്തരം സ്ഥാപനങ്ങളിൽ സാറ് നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് എന്ന ആംഗിളിൽ മാത്രമല്ല, അവരുടെ പിന്നെ അത്തരം സ്ഥാപനങ്ങൾ ഇപ്പോൾ ഇൻഷുറൻസിന്റെ ഓഫീസുകളുണ്ടല്ലോ, അപ്പോൾ ഓഫീസുകളിലൊക്കെ ആ ഒരു വിഭാഗത്തിന് നമുക്ക് അങ്ങനെ അവരെ അടുത്തോട്ട് വിടാൻ പറ്റുമോ? അപ്പൊ രണ്ട് സ്റ്റാൻഡേർഡായി ഞാൻ ചോദിക്കുന്നു സാർ, അവിടെ 2 സ്റ്റാൻഡേർഡായി മാറി പോകുന്നില്ലാണ്. അതായത് ഈ എറണാകുളത്ത് പോയി ചെയ്യുന്ന 30 കുട്ടികൾ നമുക്ക് 60 കുട്ടികളുണ്ടെങ്കിൽ 60 കുട്ടികളും ഒരേ സ്റ്റാൻഡേർഡിലോ ഒരേ ടോപ്പിക്കിലോ പോകണം എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം അത് മൾട്ടിപ്പിൾ ആയിട്ട് അവർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസിലേക്ക് പോകണം. പിന്നെ സാർ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ല് തന്നെയാണ്. അത് എല്ലാവരും ഗെയിൻ ചെയ്യേണ്ട സ്കില്ലാണ്. പക്ഷെ നമ്മൾ സ്റ്റൈപ്പൻഡോട് കൂടി എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് മാത്രം പബ്ലിഷ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാർക്കറ്റിംഗ് ഒരു ആസ് എ സ്കിൽ, ഇപ്പൊ നമ്മൾ ബാങ്കിങ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% മാർക്കറ്റിംഗ് ആണ്. ടെല്ലറാണെങ്കിലും ആൾക്കും ടാർഗറ്റ് ആണ്. അപ്പൊ അത് അഡ്രസ് ചെയ്യാൻ ഒരു കുട്ടി പഠിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ലൈഫിൽ സക്സസ് ആയി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഈ രീതിയിൽ തന്നെ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യുകയും അതൊട്ടും കുറവല്ല. ഇപ്പൊ എറണാകുളം പോയിട്ട് അവർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അവർ ഗ്രൗണ്ടിൽ നിന്ന് പഠിക്കുന്നുണ്ടാവും. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പകരം വേറെ നമ്മൾ ഡയലൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോ 2000 രൂപ കൊടുത്തിട്ട് ഫ്രീ എവിടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊണ്ടുവരും. ആ രീതിയിലുള്ള ഡയല്യൂഷനിലേക്ക് പോവാത്ത രീതിയിൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ്. കാരണം നമുക്ക് ഇവരെ പ്ലേസ് ചെയ്യാണ് വേണ്ടത്. അവര് സെയിൽസിലോ മറ്റു മേഖലകളിലോ ട്രെയിൻഡ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെ ചെറിയ ടെക്നിക്കലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്ലേസ്മെന്റ് കൊടുക്കാൻ സാധിക്കും. മനസ്സിലായോ? പക്ഷെ അപ്പൊ ആ രീതിയിലൊക്കെ നമ്മള് സെറ്റ് ചെയ്യുമ്പോൾ ICICI പ്രൊഡൻഷ്യലിലാണെങ്കിലോ അല്ലെങ്കിൽ HDFC ലൈഫിലാണെങ്കിലോ ഇത്തരം മേഖലകളിലൊന്നും പോകുന്നത് അതൊക്കെ മോർ അഡ്വാൻറ്റേജ് ആണെന്നേ ഞാൻ പറയുള്ളൂ. ഓക്കെ സർ, താങ്ക് യു. സാറേ, ഒരു ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പൊ ഈ പറഞ്ഞല്ലോ, ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തരുന്ന സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ്സിൽ ശരിക്കും പറഞ്ഞാല് കുട്ടി ഇത്രയും മണിക്കൂറുള്ള, ഇപ്പൊ 120 hours എന്ന് പറയുമ്പം 8 hours പെർ ഡേ ആയാല് ഒരു 15 ദിവസം എങ്ങനെയായാലും ഒരു 120 hours ചെയ്യുമ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ ഇത്രയും അവേഴ്സിന്റെ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതല്ലേ ആ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുള്ളൂ. അല്ലാതെ വേറെ രീതിയിലാണ് ആ കുട്ടിയെ ഗ്രേഡ് ചെയ്യുക അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ. വേറെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ പോർട്ടലിൽ കൂടെ ആണെങ്കിൽ അതിനൊരു ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിന്റെ ആവശ്യമില്ല. അവരൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു, മാഡത്തിന് ജസ്റ്റ് ഒരു വൈവേ ചോദിക്കുന്നു, അവിടെ എന്താ ഉണ്ടായിട്ടുള്ളത്, അതെന്താണ് ഉണ്ടായിരുന്നത്, ആ ഒരു എക്സ്പോഷർ ഏരിയ ഉണ്ടാവുമല്ലോ, ഏത് മേഖലയിലാണ് അവർ. ഒരു ജേർണലിസം സ്റ്റുഡന്റ് ആണ്, ദേശാഭിമാനി ബ്യൂറോയിൽ പോയി നിന്നു, അവരൊരു സർട്ടിഫിക്കറ്റ് അവിടെ കംപ്ലീറ്റ് ആക്കിയതിന് കൊടുത്തു. അപ്പോൾ ആ ആംഗിളിൽ ഒരു ജേർണലിസം എന്നുള്ള ആംഗിളിൽ എന്താണ് ചോദിക്കുക. ഫിസിക്സിന്റെ ആംഗിളിൽ FACT അവർ പോയി ചെയ്തു വന്നു. അപ്പോൾ എന്താണോ അവരുടെ ഡെലിവറബിൾസ് അതിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അവർ പങ്ക്ച്വലാണോ മറ്റു കാര്യങ്ങളാണോ എന്നൊക്കെ ഉള്ളത്. മറ്റു കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവാം, ഇല്ലാതിരിക്കാം.
അപ്പൊ നമ്മള് അത് ഒരു വൈവേ നടത്തി അത് അസസ് ചെയ്തിട്ട് നമ്മളാണ് മാർക്ക് ചെയ്യുക അത്തരം ചെയ്തില്ലെങ്കിൽ. കാരണം നമുക്ക് നമ്മുടെ ഫോർമാറ്റിലേക്ക് അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിനെ മാറ്റാൻ സാധിക്കില്ല. എല്ലാ സിറ്റുവേഷനിലും നമുക്ക് സാധിക്കില്ല. നേരത്തെ മാഡം പറഞ്ഞ പോലെ MNC-കളിലൊക്കെ ആണെങ്കിൽ അവര് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തു പോകുന്ന ഒരു മെത്തേഡ് ഉണ്ടാവും. ആ ഒരു മെത്തേഡിലാണ് അവർ കൊടുക്കുക. അപ്പൊ നമ്മള് അതില് അവരെ കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്കിവിടെ ക്രെഡിറ്റ് ഉണ്ട്. അത് അപ്പൊ അവര് അറ്റൻഡൻസ് കംപ്ലീറ്റ് ആക്കി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഇത്ര പെർസെന്റേജ് അവർക്ക് കൊടുക്കാം. ചിലപ്പോൾ 40 or 50% കൊടുക്കാം. ഒരു വൈവേയിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ചിലപ്പോൾ ഒരു 30 മാർക്ക് കൊടുക്കാം. പിന്നെ 20 മാർക്ക്. ആ ഓവറോൾ കാര്യങ്ങൾക്ക് നമുക്ക് അത് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ആണ് എത്ര കൊടുക്കണം എന്നുള്ളത്. നോർമൽ കേസിൽ ഇപ്പൊ MG യൂണിവേഴ്സിറ്റി പറഞ്ഞ 70% ഇൻഡസ്ട്രിയും 30% കോളേജുമാണ് അതിന്റെ ഒരു പോർഷൻ ആയിട്ട് ഇടുന്നത്. അപ്പൊ ഇതിനെ 100% ചിലപ്പോൾ കോളേജ് തന്നെ ചെയ്യേണ്ടി വരും. കാരണം ആ ഇൻഡസ്ട്രി ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് തരുന്നു എന്നുള്ളത് മാത്രമേ അവർ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതല്ലാണ്ട് പിന്നെ അതുമായിട്ട് വേറെ ബന്ധമൊന്നുമില്ല. നമ്മൾ കോളേജിൽ നിന്നാണ് ബാക്കി അതിന്റെ ഇവാലുവേഷനും കാര്യങ്ങളും ബാക്കി അത് ചെയ്യുന്നത്. ആ രീതിയിലാണ് യൂണിവേഴ്സിറ്റിയുടെ വിൻഡോ വരിക. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ ഈ ഇന്റേണൽ മാർക്ക് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വരുന്നത് പോലെ അപ്പൊ ഈ പ്രൊജക്ടിനും അതിന്റെ ആ രീതിയിൽ ഉണ്ടാവും അല്ലെ? ഇതും കൂടെ അപ്ലോഡ് ചെയ്യാം. അത് ഓരോ യൂണിവേഴ്സിറ്റി ഓരോ കണ്ടീഷൻ വെക്കുക. MG യൂണിവേഴ്സിറ്റി MOU കോളേജിന് MOU ഉള്ള ഇൻഡസ്ട്രി ആയിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റികൾക്ക് അനുസരിച്ചിട്ട് ആ ഗൈഡ് ലൈൻസ് ഇറങ്ങിക്കഴിഞ്ഞാലാണ് അറിയുള്ളൂ. ഓക്കെ ഓക്കെ. സാർ, ഞാൻ മാത്തമാറ്റിക്സ് അധ്യാപകനാണ്, ഇരിട്ടി മഹാത്മാഗാന്ധി കോളേജ്, ബിജുമോൻ. അപ്പോൾ ഞങ്ങളുടെ ഒരു സംശയം, മാത്തമാറ്റിക്സ് വിഷയങ്ങൾക്ക് എത്തരത്തിലാണ് നമുക്ക് ഇന്റേൺഷിപ്പ് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, നമ്മൾ പല വിദ്യാർത്ഥികളും പഠനത്തിലൊക്കെ ചിലപ്പോൾ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. നമുക്കറിയാം, ഇപ്പം പണ്ടത്തെ അത്ര സ്റ്റുഡിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അല്ലാത്തവർക്കും അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യമാണ് കോളേജിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്തരം സ്റ്റുഡൻസ് സ്വയമേവ നല്ലൊരു ഇന്റേൺഷിപ്പ് കണ്ടെത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ടീച്ചേഴ്സ് ആണോ അതിന്റെ ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നമുക്ക് നേരത്തെ സാർ പറഞ്ഞതിന് കുറച്ച് ഇപ്പൊ മാത്സിന്റെ സ്റ്റുഡൻസ് നമ്മൾ പണ്ട് ഒരു 10 വർഷം മുമ്പ് വന്ന സ്റ്റുഡൻസ് അല്ല ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഈവൻ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പോലും നമുക്കത് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇവരെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അടുത്ത 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞാലും മാത്സിലേക്ക് വിദ്യാർത്ഥികൾ എത്തുക എന്നുള്ളത് വരുന്നത്. ഇപ്പൊ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ആ ലോജിക് ഡെവലപ്പ് ചെയ്ത വിദ്യാർത്ഥി എന്നുള്ള ആംഗിളിൽ ഇപ്പോൾ ഡാറ്റ അനലിറ്റിക്സിലോ അതേപോലത്തെ മേഖലകളിലുള്ള ഇന്റേൺഷിപ്പുകളാണെങ്കിലും അത് നമുക്ക് കോളേജിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ പോയിട്ടോ ഏത് രീതിയിലും നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇവരെ വല്ല മാനേജ്മെന്റ് സ്കില്ലിലേക്കോ ഈവൻ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെന്റ് സ്കില്ലിലേക്കോ പല മേഖലകളിലേക്കും ഇവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ ഇവര് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഡാറ്റ അനലിറ്റിക്സ് പോലത്തെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ EY പോലത്തെ കമ്പനികൾ ഇവരെ ഹയർ ചെയ്യാൻ തയ്യാറാണ്. കാരണം അത്രയും ഓപ്പർച്യൂണിറ്റീസ് ആ മേഖലകളിൽ ഉണ്ട്. കാരണം ഇവർക്ക് കുറച്ചും കൂടെ അതിൽ ഷൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോ സെന്റ് തെരേസാസ് കോളേജിൽ നിന്നൊക്കെ പോയ പ്ലേസ്മെന്റിന്റെ റിസൾട്ട് പ്രകാരം ആ രീതിയിൽ വരുന്നുണ്ട്. അത് എല്ലാ കോളേജുകളിലും സാറ് പറഞ്ഞ പോലെ ഒരു ഈ സ്റ്റുഡൻസിന്റെ ഒരു ഇത് വ്യത്യാസം കുറഞ്ഞിട്ടുണ്ട്. അത് കണ്ണൂരുള്ളതോ അല്ലെങ്കിൽ കാസർഗോഡുള്ളതോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുള്ളതോ എന്നുള്ള വ്യത്യാസമില്ല. ആ രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവർക്ക് എന്താണ് ആ മേഖലകളിൽ ഒരു റിസർച്ച് ലെവലിൽ അവര് പോകുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അവരത് ഒരു 50% എബോവില് കംപ്ലീറ്റ് ആക്കി പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് ആഡ് ഓൺ സ്കില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ സബ്സിഡറി ഫിസിക്സ് കെമിസ്ട്രി ആണോ അതോ ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ആണോ, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് അതിനും കൂടെ ചേർന്നുകൊണ്ട് അലൈഡ് ആയിട്ടുള്ള ടോപ്പിക്സോ അല്ലെങ്കിൽ മേഖലകൾ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതും കൂടെ ഒരു വലിയ ക്രൈറ്റീരിയയാണ്. കാരണം ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആണ് സബ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് അവർക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടെ ആ IT മേഖലകൾക്ക് തന്നെ ഫുള്ളായിട്ട് അവർക്ക് സ്വിച്ച് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. അതല്ലെങ്കിൽ തന്നെ ഈ IT എനേബിൾഡ് ആയിട്ടുള്ള സർവീസുകളിൽ ഇവർക്ക് പോകാൻ സാധിക്കും. അല്ലെങ്കിൽ ഡാറ്റ മാനേജ്മെന്റ്, ഡാറ്റ അനലിറ്റിക്സ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലേക്ക് ഇപ്പോൾ ഒരു സ്റ്റാറ്റിക് സ്റ്റുഡൻസിനും മാത്സ് സ്റ്റുഡൻസിനും ഒരേപോലെ ഷൈൻ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉള്ള വേക്കൻസികൾ
അല്ലെങ്കിൽ ഈ ബാങ്കിങ് ആൻഡ് ഫിനാൻസിലേക്ക് പോകാൻ പറ്റും, HR മേഖലകളിലേക്ക് പോകാൻ പറ്റും. അതേപോലത്തെ എല്ലാ മേഖലകളിലേക്കും പോവാൻ ഓപ്പർച്യൂണിറ്റീസ് ഒരേപോലെയുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത്തരം മാത്സ് പോലത്തെ ഡിപ്പാർട്ട്മെന്റുകൾ. അപ്പോൾ അതില് ആ ആംഗിളിൽ അവരെ അപ്ലിഫ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൽ വാക്കൻസീസ് ഉണ്ടാക്കാൻ പറ്റും, അഡ്മിഷനും കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ അവരെ റിസർച്ചിൽ മാത്രം കണ്ടിട്ട് ആണ് ഇത്രയും കാലം നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്നും മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കൊമേഴ്സ് മാനേജ്മെന്റ് സ്റ്റുഡൻസിനെ പോലെ അതിൽ ഉയർന്നു പോകാൻ, അത് പഠിക്കുന്നതിനേക്കാൾ ഉയർന്നു പോയി കണ്ടിട്ടുണ്ട് ഞാൻ. ഈ ഇൻഡസ്ട്രിയിൽ നമ്മൾ പ്ലേസ്മെന്റ് കൊടുത്തതിൽ നിന്നുള്ള റിസൾട്ട് അനുസരിച്ചിട്ടാണ് പറയുന്നത്. സാറ് പറഞ്ഞത് ശരിയാണ്. ഉദാഹരണത്തിന് ഞങ്ങളുടെ കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് സബ്സിഡറി ആയിട്ട് പഠിച്ച വിദ്യാർത്ഥികളൊക്കെ ആ മേഖലകളിലൊക്കെ നല്ല ജോലികൾ നേടിയിട്ടുണ്ട് പിന്നീട് പോയിട്ട്. മറ്റു കോഴ്സുകൾ ചെയ്തു പോകുന്നതിന് പകരം നമ്മൾ ഇവിടുന്ന് തന്നെ ആ സ്കില്ല് സെറ്റ് ചെയ്ത് കൊടുത്ത് അവരെ പ്ലേസ്മെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ സാർ, അടുത്ത ഡൗട്ട് ഇതാണ്. അഥവാ അതാത് വർഷം ഇന്റേൺഷിപ്പ് വിദ്യാർത്ഥിക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നീടുള്ള വർഷം ചെയ്താൽ മതിയാവോ കോഴ്സിലെ? അല്ല, ഇത് 4th സെമ്മിലാണ് നമ്മൾ സിലബസിൽ വെച്ചിട്ടുള്ളത്. 4th സെമ്മിൽ 5th ഉം 6th ഉം സെമ്മിലൊക്കെ സ്കിൽ എൻഹാൻസ്മെന്റ് പ്രോഗ്രാം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലോങ് ടേം ഇന്റേൺഷിപ്പിലേക്ക് വരുന്നുണ്ട്. നമുക്ക് ഈ 2 ക്രെഡിറ്റ്സ് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള നോളജ്. ഇനി അത് യൂണിവേഴ്സിറ്റിയിൽ ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഞാനത് ക്രോസ് ചെക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു സർ. സാർ, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ മാഡം, ഏതാണ് കോളേജ് ഡിപ്പാർട്ട്മെന്റ്? ഞാൻ സർസേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ടെക്നിക്കൽ സ്റ്റഡീസ് തളിപ്പറമ്പിലെ ടീച്ചേഴ്സാണ്. ഓക്കെ. അതായത് നമ്മള് കോളേജിൽ ചില കുട്ടികള് ഫാമിലീസ് കൊമേഴ്സ്. നമ്മള് കോളേജിലെ ചില കുട്ടികള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട്, ഫാമിലീസ് അബ്രോഡുള്ള. അപ്പൊ അവര് വെക്കേഷൻ ടൈമില് അബ്രോഡ് പോണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഈ ഇന്റേൺഷിപ്പ്? അവിടെ ഇൻഡസ്ട്രി അവൈലബിൾ ആണ്. അത് HOD അതിൽ കൺവിൻസ്ഡ് ആണെങ്കിൽ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അതിന് ഇൻഡസ്ട്രിക്ക് നമുക്ക് ഒരു ബോർഡർ ലിമിറ്റും ഇല്ല. എവിടെ വേണമെങ്കിലും ഇൻഡസ്ട്രിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ സർ, താങ്ക് യു. ഹലോ സർ. പറഞ്ഞോളൂ മാഡം. ഞാൻ മാത്തമാറ്റിക്സിന്റെ ടീച്ചറാണ്, കോപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാടായി. സാർ, എന്റെ ഡൗട്ട്, സാർ ഇപ്പോ പറഞ്ഞില്ലേ ഡാറ്റ അനലിറ്റിക്സിന്റെ കോഴ്സ് ഒക്കെ നമ്മുടെ മാത്സിലെ കുട്ടികൾക്ക് ചെയ്യാന്നുള്ളത്. ഞാൻ ഈ ഇന്റേൺഷിപ്പ് കേരള പോർട്ടലിൽ കയറിയിട്ടില്ല. അതില് ഇങ്ങനെയുള്ള കോഴ്സുകൾ ഉണ്ടോ അതോ പെയ്ഡ് ആണോ അറിയാൻ വേണ്ടി. അതിനകത്ത് അത്തരം കോഴ്സുകൾ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാതും അതിൽ അപ്ലിക്കബിൾ ആണ്. നേരത്തെ സാറ് പറഞ്ഞു, സാറുടെ സീനിയേഴ്സ് ഉണ്ട്, അത്തരം അലുമിനീസ് ഉണ്ടെങ്കിൽ അവരെ യൂട്ടിലൈസ് ചെയ്യാം. ഇതില്ലെങ്കിൽ റിസോഴ്സ് പേഴ്സൺസിന് നമുക്ക് കോളേജിനോ അല്ലെങ്കിൽ എങ്ങനെ അവൈലബിൾ ആണ്, നമുക്കത് എക്കണോമിക്കലി വയബിൾ ആവുന്ന. ഇപ്പോൾ പോർട്ടലിൽ 5000 കണ്ടു, പോർട്ടലിൽ 10000 കണ്ടു, അത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അത് ഒരു സ്റ്റുഡന്റ് സ്കാറ്റേർഡ് ആയിട്ട് ആ ഇൻഡസ്ട്രിയിൽ പോയാൽ ചെയ്യേണ്ട ഫീസ് ആയിരിക്കും അതിൽ കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് 30 വിദ്യാർത്ഥി ഉണ്ട്, അല്ലെങ്കിൽ 15 വിദ്യാർത്ഥി ഉണ്ട്, 25 ഉണ്ട്, എത്രയോ കൗണ്ട് വെച്ചാൽ ആ കൗണ്ടിനെ അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ഡാറ്റ അനലിറ്റിക്സ് മാത്രമല്ല എല്ലാതും അത് എങ്ങനെയാണ് ഒരു റിസോഴ്സ് പേഴ്സൺ എത്ര കോസ്റ്റ് വരും, നമുക്കത് അതിന്റെ കോസ്റ്റും കാര്യങ്ങളും കറക്റ്റ് ആക്കിയിട്ട് നമുക്കതിനെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഈ പ്ലാറ്റ്ഫോം. അല്ലെങ്കിൽ നമുക്കത് ആരെങ്കിലും ഒരാളെ കണ്ടെത്തി, ഒരു വെണ്ടറെ കണ്ടെത്തി ഏൽപ്പിച്ചാൽ മതിയല്ലോ. നമുക്ക് പ്ലാറ്റ്ഫോമിൽ കൂടെ ഇതെല്ലാം കണ്ട് അതിനെ എക്സ്പോഷർ ഏരിയ സെറ്റ് ചെയ്ത് ഡെലിവറബിൾസ് സെറ്റ് ചെയ്ത് എല്ലാം ആ രീതിയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. കാരണം അതല്ല, ഇനി ഒരു ഇൻഡസ്ട്രിയിലേക്ക്, ഇപ്പോൾ എറണാകുളത്താണ് ഇൻഡസ്ട്രി, എറണാകുളത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു 50%ഓ 30%ഓ വിദ്യാർത്ഥികൾക്ക് അവിടെ പോയി അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ബെയർ ചെയ്തുകൊണ്ട് നിൽക്കാൻ സാധിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴെയുള്ള ഒരു വിദ്യാർത്ഥിയും ഏറ്റവും ഫിനാൻഷ്യലിയാ പറഞ്ഞത്, ഏറ്റവും മുകളിലെ വിദ്യാർത്ഥിനെ നമ്മൾ ഒരേ ആംഗിളിൽ കണ്ടുകൊണ്ട് എല്ലാവർക്കും അപ്ലിക്കബിൾ ആവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാം. അതിനർത്ഥം അഫോർഡബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഹൈറ്റ്സിലേക്ക് പോകാൻ പറ്റില്ല എന്നല്ല, അഫോർഡബിൾ അല്ലാത്ത ആളുകൾ ഒന്നും ചെയ്യേണ്ട എന്നുള്ളതല്ല. ഇതിനെ അഡ്രസ് ചെയ്യല് ഇൻഡിവിജ്വലി കേസ് ടു കേസ് ആണ്. ഇപ്പോൾ കോപ്പറേറ്റീവ് കോളേജ് മാടായി ഉള്ള മാത്സ് HOD തീരുമാനിക്കണം അവിടുത്തെ കുട്ടികളുടെ അവസ്ഥ, ആ സ്ഥലത്തിന്റെ അവസ്ഥ, അതിനെങ്ങനെ നമുക്ക് അഡ്രസ് ചെയ്യണം. ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് ഏതെങ്കിലും നിയറസ്റ്റ് ആയിട്ട് ഒരു CSR ഫെസിലിറ്റി അവൈലബിൾ ഉള്ള ഏതെങ്കിലും ഇൻഡസ്ട്രി ഉണ്ടോ, നമ്മുടെ അലുമിനിക്ക് ഉണ്ടോ, നമ്മളോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ,
ഈ കോപ്പറേറ്റീവ് കോളേജിന് തന്നെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടെങ്കിൽ അവർക്ക് CSR ഫണ്ട് ഉണ്ടോ? ഞാൻ എക്സാമ്പിൾസ് പറയുകയാണ്. അപ്പൊ ഈ രീതിയിലുള്ള പോസിബിലിറ്റീസ് ഇതിന് CSR ഫണ്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നിയമമുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഇല്ല, അത് പോസിബിലിറ്റീസ് ഇല്ല. അതൻ നമുക്ക് ഏറ്റവും ഇപ്പോ ഡാറ്റ അനലിറ്റിക്സിൽ ഇപ്പോ മാത്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഗൂഗിൾ പോലത്തെ കമ്പനികൾ ഇന്റേൺഷിപ്പ്, വെർച്വൽ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിളിന്റെ AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള മാത്സ്, ഫിസിക്സ്, സയൻസ് സബ്ജക്റ്റുകൾക്ക്, കമ്പ്യൂട്ടർ സയൻസ്, ഇവർക്കൊക്കെ അത് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള AICTEയുടെ എംബ്ലത്തോട് കൂടി സർട്ടിഫിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നു. ഗൂഗിളിന്റെ CSR ഫണ്ട് യൂസ് ചെയ്തിട്ട് ഗൂഗിൾ കൊടുക്കുന്ന ട്രെയിനിങ് നമുക്ക് അവൈലബിൾ ആകുന്നു. നമ്മുടെ കോളേജിൽ ലാബ് ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ ആ ലാബ് കുട്ടികൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. ആ ലാബ് ഫെസിലിറ്റീസിന് കോളേജിന് ചാർജ് ചെയ്യാം, ചാർജ് ചെയ്യാതിരിക്കാം. അത് അപ് ടു കോളേജിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പൊ കോളേജ് 500 രൂപ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുട്ടിക്ക് 500 രൂപ പേയ്മെന്റ് വരും. കോളേജ് അത് ലെസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഫ്രീ ആവും. അപ്പോൾ അങ്ങനെ നമുക്കതിനെ ഒരു 1000 1500 രൂപ ചെറിയ റേഞ്ചിൽ ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇതിനൊക്കെയുള്ള ഒരു സൗകര്യമാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ ഒരുക്കി തരുന്നത്. ഒരേപോലെയല്ല. അപ്പൊ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യണം. ഒരു റിസോഴ്സ് പേഴ്സൺ അവിടെ ഈ ഏപ്രിൽ മെയ് സമയങ്ങളിൽ ഒരു 10 ദിവസമോ 15 ദിവസമോ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ആൾക്ക് ഒരു റെമ്യൂണറേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. ആ റെമ്യൂണറേഷൻ എത്ര വരും എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തു. ഈ മാനേജ്മെന്റിന് എന്തെങ്കിലും എക്സ്പെൻസ് വേണോ വേണ്ടേ കാൽക്കുലേറ്റ് ചെയ്തു. ഇതിന് രജിസ്ട്രേഷൻ ഫീസ് ചെറുതുണ്ടാവും. ഇത് ഓൾ ടുഗദർ നമുക്ക് ഇതിൽ 1000 രൂപയിലും 1500 രൂപയിലും നിർത്താൻ പറ്റും. അത് 4 ക്രെഡിറ്റ്. ഇപ്പോൾ സം കോഴ്സസ് AICTE അപ്രൂവ്ഡ് ആയിട്ടുള്ള BCA ഒക്കെ ആണെങ്കിൽ 4 ക്രെഡിറ്റ്സ് ആണ് ഇന്റേൺഷിപ്പ്. അത്തരം മേഖല വരുമ്പോൾ 4 ക്രെഡിറ്റ് ആണെങ്കിൽ നമുക്ക് ഈ എമൗണ്ടോ അല്ലെങ്കിൽ ഒരു 500 രൂപയോ കൂടുതൽ വരുള്ളൂ. ആ രീതിയിൽ നമുക്കതിനെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മളത് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ SRM-ലും VIT-ലും IIT-ലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവൈൽ ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ്. നമ്മുടെ വിദ്യാർത്ഥിനോട് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ വീട്ടിൽ പോയിരുന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വളരെ ചെറിയ പൈസക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷെ വീട്ടിൽ പോയിരുന്നിട്ട് അവരത് കംപ്ലീറ്റ് ആക്കില്ല. കുറച്ച് ടാസ്ക് ബേസ്ഡ് ആണ് ആ ഇന്റേൺഷിപ്പ്. കാരണം ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്താലാണ് ആ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത് മുന്നോട്ട് പോവുള്ളൂ. സ്വാഭാവികമായിട്ടും അവരെ നമ്മുടെ ഒരു കൺട്രോളിൽ കൊടുന്നിരുത്തി നമ്മളൊരു സൂപ്പർവൈസർ നിന്ന് സൂപ്പർവൈസ് ചെയ്താലേ അവരത് ടാസ്ക് കംപ്ലീറ്റ് ആക്കുകയുള്ളൂ. ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ ആ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആവില്ല. അപ്പൊ 100 കുട്ടികൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആകുന്നത് 40 കുട്ടികളോ 50 കുട്ടികളോ ആയിരിക്കും. ആ ഒരു പോസിബിലിറ്റി ഇല്ലാതിരിക്കാനാണ് നമ്മളത് ഹൈബ്രിഡ് മോഡലാക്കിയിട്ട് ഈ നിൽക്കുന്ന സൂപ്പർവൈസ് ചെയ്യുന്ന ഫാക്കൽറ്റീസിന് FDP പ്രോഗ്രാമും അവർ തന്നെ കൊടുക്കും. അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഒരു ഡ്യൂട്ടി ലീവും കൂടെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാക്കൽറ്റിക്ക് എന്താവും, അത്തരം ഒരു ആൾക്കും അത് കരിയറിൽ യൂസ്ഫുൾ ആവും. ആ മേഖലകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ഡൽഹിയിൽ പോയി പിടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇത്തരം ഓപ്പർച്യൂണിറ്റീസും കൂടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, അത് എത്ര റിമോട്ടിലുള്ള വിദ്യാർത്ഥികൾക്കും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ അവൈലബിൾ ആക്കാൻ സാധിക്കും. സർ നമസ്കാരം. ഹലോ നമസ്കാരം. സാർ, ഞാൻ ഡോൺ ബോസ്കോ കോളേജിലെ ടീച്ചറാണ്. സാർ ഇപ്പൊ റിസോഴ്സ് പേഴ്സന്റെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ കൂടെ നമ്മൾ IVക്കും കൂടി കൊണ്ടുപോകണോ? സാർ നേരത്തെ അങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞിരുന്നു. അതല്ല, ഇത് ഇപ്പൊ സപ്പോസ് ടാലി ആണെന്ന് വിചാരിച്ചോളൂ. കോഴ്സ് ടാലി ആണെങ്കിൽ IV എന്ന് പറഞ്ഞിട്ട് ഇൻഡസ്ട്രിയിൽ പോയിട്ടൊന്നും കാണാനില്ല, ഇതേ സോഫ്റ്റ്വെയർ തന്നെയാണ് കാണാനുള്ളത്. ഇപ്പോ ലോജിസ്റ്റിക്സ് ആണെന്ന് വിചാരിച്ചോ, അത് ഇൻഡസ്ട്രിയിൽ വെയർ ഹൗസ് കാണാനുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ, എങ്ങനെയാണ് കാർഗോ ഫ്രൈറ്റ് സ്റ്റേഷൻ, എങ്ങനെയാണ് അങ്ങനെ ഓരോ എക്സിം മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഡോക്യുമെന്റേഷൻ. അപ്പൊ അത്തരം മേഖലകൾ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ഉള്ള സബ്ജക്റ്റുകളാകുമ്പോൾ നമ്മൾ അതിന്റെ ക്വാളിറ്റി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് IV സെറ്റ് ചെയ്യുന്നത്. ഇല്ലാത്ത മേഖലയാണെങ്കിൽ നമുക്ക് IV സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. IV സെറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കുകയും ചെയ്യാം. ഓക്കെ സാർ. ഹലോ നമസ്കാരം സർ. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്, MG കോളേജ്. സർ, നമ്മൾ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒന്നിലധികം കുട്ടികളെ ഒരേ ഫേമിലേക്ക്
വിടുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? അതായത് അങ്ങനെ നമ്പർ ലിമിറ്റ് ഉണ്ടോ? ഒരേ ഫേമിലേക്ക് ഇല്ല. ആ നമ്പർ ലിമിറ്റ് ഉള്ള ഇൻഡസ്ട്രി ഉണ്ട്, ഇല്ലാത്ത ഇൻഡസ്ട്രി ഉണ്ട്. ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, താങ്ക് യു. സാറേ, അതുപോലെ വേറൊരു കാര്യം, ഈ സിലബസിന്റെ ഇത് മുൻപ് നോക്കുന്ന സമയത്ത് ഈ FIGPയുടെ സിലബസ് ഒക്കെ വന്ന സമയത്ത് അതിൽ ഞാൻ വായിച്ചൊരു കാര്യമാണ്, IV ക്യാൻ ഓൾസോ ബി എ പാർട്ട് ഓഫ് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കണ്ടത്. ഇപ്പൊ സാറ് പറഞ്ഞത് തന്നെയാണോ അത് ഉദ്ദേശിക്കുന്നത്? അതെ അതെ അതെ. IV ഇന്റേൺഷിപ്പ് ആ ഹവേഴ്സ്, ആ IVക്ക് സ്പെൻഡ് ചെയ്യുന്ന ഹവേഴ്സ് ഇന്റേൺഷിപ്പിന്റെ ഹവേഴ്സ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു കുട്ടി എവിടെങ്കിലും ഒരു ഇന്റേൺഷിപ്പിന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ആ കുട്ടി ഈ പറഞ്ഞ 120 hours സ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് ഒരു IVക്കും കൂടെ കുട്ടിയെ കൊണ്ടുപോവുകയാണെങ്കിൽ അത് ആഡ് ചെയ്തിട്ട് അങ്ങനെ വരുമോ? ഡെഫിനറ്റ്ലി വരും. ഇപ്പോ 120 ഹവേഴ്സിന്റെ ഇന്റേൺഷിപ്പ് 30 ഹവേഴ്സിന്റെ 4 സ്ഥലത്ത് ചെയ്താലും കമ്പൈൻ ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് ആണ്. നോ ഡൗട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, ഇന്റേൺഷിപ്പ് ആയിട്ടല്ല ഞാൻ ചോദിക്കുന്ന, IV അല്ല, ആയിട്ട് ഞാൻ വരുന്ന പറയുന്നത് സമയത്ത്. ഏത് രീതിയിലാണെങ്കിലും ഇപ്പോ 90 ഹവേഴ്സ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞവരോടത്ത് 30 ഹവേഴ്സ് IVക്ക് പോയി, ദെൻ കമ്പൈൻഡ് ആയിട്ട് അത് ഇന്റേൺഷിപ്പ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഇതാവണം കേട്ടോ, എന്ത് ആ ബേസ്ഡ് ആയിട്ടുള്ളതാവണം. അല്ലെങ്കിൽ അവൻ ടൂർ പോയിട്ടുണ്ടെങ്കിൽ അത് IV ആവില്ല. അത് HOD ആണ്. അല്ലല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഹലോ സാറേ. പറഞ്ഞോളൂ. ഹലോ. സാർ, ഇപ്പോൾ കൊമേഴ്സ്യൽ സ്ട്രീമിലുള്ള സ്റ്റുഡൻസ് ഇപ്പൊ ബാങ്കിൽ ഇപ്പൊ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അവര് എങ്ങനെയാ ചെയ്യേണ്ടത്? ബാങ്കിന് ഓവറോൾ ഏത് ആംഗിളിലാണ് ചെയ്യേണ്ടത്? അവിടെ ബാങ്ക് ഒരു അവിടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ, ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമല്ലോ. അതാ സാർ, ഇപ്പൊ MBA സ്റ്റുഡൻസ് എല്ലാം അവർ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബാങ്കിനെ പറ്റിയിട്ട് സ്റ്റഡി ചെയ്യും, എന്നിട്ട് ഒരു പ്രൊജക്ട് പോലെ ആക്കും, എന്നിട്ട് അവര് അവിടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുക്കും. അപ്പൊ അത് പ്രൊജക്ട് വർക്ക് പോലെ തന്നെ ആയില്ലേ? അപ്പൊ അങ്ങനെയല്ലാണ്ട് ഹലോ, ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവര് കുറച്ച് ദിവസം എല്ലാ വർക്കും എല്ലാം അലോട്ട് ചെയ്തിട്ട് അവർക്ക് പഠിക്കാൻ പറ്റൂലല്ലോ സാർ? എങ്ങനെ? അപ്പൊ അത് എങ്ങനെയാ ചെയ്യേണ്ടത്? ബാങ്കിൽ പോയി ചിലപ്പോൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എടുക്കാം, അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു അഡ്വൈസറെ, ഒരു ഇൻഷുറൻസ് അഡ്വൈസറോ അല്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്കോ, പല മേഖലകളുണ്ടാവും. നമ്മൾ അത് ഡെലിവറബിൾസ് സെറ്റ് ചെയ്തിട്ട് HODക്ക് വേണമെങ്കിൽ ഡെലിവറബിൾസ് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവര് പോയത് യൂസ്ഫുൾ ആവില്ല, ഒരു നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ് കിട്ടത്തക്ക രീതിയിൽ മാത്രമേ ആവുള്ളൂ. അപ്പൊ ഡെലിവറബിൾസ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് HOD ഡിസ്ക്രിപ്ഷൻ ആണ്. വെറുതെ ബാങ്കിൽ പോയി വന്നാലും ഒരു ഡെലിവറബിൾസും അച്ചീവ് ചെയ്തില്ലെങ്കിലും ആള് ബാങ്കിൽ പോയി അത്രയും ഹവേഴ്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാലും HODക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. നമുക്ക് നാളെ ഇവരെ പ്ലേസ് ചെയ്യണം, 4ാമത്തെ വർഷം കഴിയുമ്പോൾ ഇവരെ പ്ലേസ് ചെയ്യണം എന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഉറച്ച രീതിയിലുള്ള ഡെലിവറബിൾസ് നമ്മൾ മാൻഡേറ്ററി ആക്കുകയുള്ളൂ. അപ്പൊ അത് എൻഷുർ ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സമ്മറി റിപ്പോർട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഡെയിലി ഡയറി അവിടെ കീപ്പ് ചെയ്യണം. ഓരോ ദിവസത്തെയും ഡയറി നിങ്ങൾ എഴുതി എന്താണ് അവിടെ ആക്ടിവിറ്റി എന്നുള്ളത് വൈകുന്നേരം എഴുതി വെക്കണം. അത് നിങ്ങൾ ഇവിടെ കാണിച്ചു തരണം. ഇങ്ങനെ പല ഓപ്ഷൻസും നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ ആ സർട്ടിഫിക്കറ്റ് നേരെ സ്വീകരിക്കുകയും ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇന്റേണൽ ക്വാളിറ്റീനെ എൻഷുർ ചെയ്യാനും ഇന്റേണൽ ക്വാളിറ്റിയും അവരെ പ്ലേസ്മെന്റിലേക്ക് ലീഡ് ചെയ്യത്തക്ക രീതിയിലും ഇവൻ അവിടെ പോയി നിന്ന് ഉറക്കം തൂങ്ങി ഈ കുട്ടീനെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി വന്നാൽ പോലും ആ ബാങ്ക് അബ്സോർബ് ചെയ്യില്ല ലേറ്റർ സ്റ്റേജിൽ. അപ്പൊ ആ രീതിയിലേക്ക് ആക്കണോ, അതല്ലെങ്കിൽ അവന് ഡിസിപ്ലിൻഡ് ആക്കിയിട്ട് ഒന്ന് ഗ്രൂം ചെയ്ത് ഒരു ഗ്രൂമിംഗ് ക്ലാസ് ഒരു ദിവസം ഫസ്റ്റ് കൊടുത്തു, അതിനുശേഷം ബാങ്കിലേക്ക് വിട്ടു. ബാങ്കിലേക്ക് വിടുമ്പോൾ അവനോട് ഇന്ന രീതിയിൽ ഡ്രസ് കോഡ് സെറ്റ് ചെയ്ത് കൊടുത്തു, ഈ രീതിയിൽ തന്നെ പോകണം,
നമ്മുടെ കോളേജിന്റെയും നമ്മുടെ മറ്റു ഭാവിയിൽ വരുന്ന വിദ്യാർത്ഥികളുടെ ഒക്കെ പ്ലേസ്മെന്റിനെ അത് ബാധിക്കും. ഇവന്റെ അവിടുത്തെ പെർഫോമൻസ് ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ഗ്രൂം ചെയ്ത് നമ്മളൊരു വിദ്യാർത്ഥിനെ വിടുകയും അവന്റെ സ്റ്റാറ്റസും ഫീഡ്ബാക്കും ആ ബാങ്ക് മാനേജറോ ആരാണോ സൂപ്പർവൈസർ ആ ആളോട് ചോദിച്ച് മനസ്സിലാക്കുക ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പ്ലേസ്മെന്റിനും കൂടെ വളരെ ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അതിനെ ആ രീതിയിൽ സീരിയസ് അപ്രോച്ചോട് കൂടിയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നല്ലൊരു ഇന്റേൺഷിപ്പ് ആക്കി മാറ്റാൻ സാധിക്കും. അതുപോലെ സാർ ഇപ്പൊ 1-2 അക്കാഡമി എല്ലാം വന്നു കഴിഞ്ഞു. അവര് GSTന്റെ എല്ലാം ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ. അപ്പൊ അവിടെ ഇന്റേൺഷിപ്പ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്യാൻ പറ്റുമോ? അഫോർഡബിൾ ആയിട്ടുള്ള അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിടണോ? ഇപ്പൊ ടാലിക്ക് ഈ GST ആണെങ്കിലും ഇൻകം ടാക്സ് ആണെങ്കിലും പേറോൾ ആണെങ്കിലും എല്ലാതും നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കാൻ സാധിക്കും. നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എളുപ്പത്തിന് എന്നുള്ള രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിടാം. ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിടല് ലോങ് റണ്ണിൽ അത് അത്ര അഡ്വൈസ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഫെസിലിറ്റീസിനേക്കാളും ഒരു താഴ്ന്ന അഫിലിയേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വിടുക എന്ന് പറയുന്നത്, ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ, നിങ്ങളൊരു ഓഡിറ്റ് ഫേം ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിടാം. കാരണം അതൊരു ഓഡിറ്റ് ഫേം ആണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാത്രം വിടുക എന്ന് പറയുന്നത് വിട്ടാൽ ഇന്റേൺഷിപ്പ് ആവില്ല എന്നല്ല പറയുന്നത്, എളുപ്പമാണ്, വിടാം, അതിലൊന്നും തർക്കമില്ല. പക്ഷെ അത് ലീസ്റ്റ് പ്രയോറിറ്റിയെ കൊടുക്കാവൂ. പറ്റാവുന്നിടത്തോളം കാലം നമ്മൾ നല്ലൊരു എക്സ്പേർട്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്, കാരണം ഭാവിയിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തായാലും ഇവന് ജോലി കിട്ടില്ല. അപ്പൊ നമുക്ക് ഭാവിയിൽ ഇവന് ജോലി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇവനെ എക്സ്പീരിയൻസ് ചെയ്യിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ CST/CCP എന്നുള്ള ആംഗിളിൽ ഇങ്ങോട്ട് എല്ലാ റിസോഴ്സും, ഇപ്പോൾ ഈ GST ഫയലിംഗ് ആണെങ്കിലും GST ഫയലിംഗ് യൂസിങ് ടാലി പ്രൈം ആണെങ്കിലും, അതല്ലെങ്കിൽ ഇൻകം ടാക്സ് ഫയലിംഗ് ആണെങ്കിലും, ഗൈഡ് ലൈൻസ് ടു ഇൻകം ടാക്സ് ആണെങ്കിലും, അല്ലെങ്കിൽ GCC VAT ആണെങ്കിലും, എല്ലാ ഓപ്ഷനും നമ്മൾ നേരിട്ട് ടൈപ്പ് ബാംഗ്ലൂർ ടാലിനോട് ആയിട്ടുണ്ട്. അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ സർട്ടിഫിക്കറ്റിന് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കേഷന് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എമൗണ്ടിന് നമുക്കത് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് റിസോഴ്സ് പേഴ്സണെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും. ലാബും ഫെസിലിറ്റീസും നമ്മുടെ കൺട്രോളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഈസിനെസ്സും ഒരു ക്വാളിറ്റി അഷുറൻസും ഉണ്ട്. ഈവൻ ആ സ്ഥാപനത്തിൽ നിന്ന് ഇങ്ങോട്ട് റിസോഴ്സ് പേഴ്സണെ കൊണ്ടുവന്നാൽ പോലും തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതിൽ നിന്നും അങ്ങോട്ട് പോകുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കും എപ്പോഴും. അത് എന്റെ മാത്രം ഒപ്പീനിയൻ ആണ്. സാറിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ് കേട്ടോ, അതും കൂടെ പറയാമല്ലോ. അല്ല, ഇപ്പൊ ഒരു ഓഡിറ്റിംഗ് ഫേമിലേക്ക് അവര് പോകുന്നുണ്ടെന്ന് വിചാരിച്ചാ സാർ, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് പോകുന്നുണ്ടെങ്കിൽ, അപ്പൊ അവര് പിന്നെ പർട്ടിക്കുലർ ഫീൽഡിൽ മാത്രം ട്രെയിനിങ്, അതായത് ഇപ്പം ചില ഓഡിറ്റേഴ്സിന്റെ അടുക്ക പോകുന്ന നേരം പാർട്ട്ണർഷിപ്പ് ഓറിയന്റഡ് ആയിട്ട് മാത്രമായിരിക്കും, ചില ആൾ ടാക്സിന്റെ മാത്രം എക്സ്പേർട്സ് ആയിരിക്കും. അപ്പം അങ്ങനെ ഓവറോൾ പഠിക്കുന്ന രീതിയിൽ ഉണ്ടാവണം. ഇപ്പൊ അക്കൗണ്ട്സ് ഓറിയന്റഡ് ആയിട്ട് ചെറിയ വർക്കും നമുക്കാകെ 120 hours ആണ് ഉള്ളത്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലെന്താക്കാം, 60 hours-ന്റെ 2 മൊഡ്യൂൾ ആക്കാം. അപ്പൊ ഒരു മൊഡ്യൂൾ ടാക്സ് ഫയലിംഗ് ആക്കി, ഒരു മൊഡ്യൂൾ GST ഫയലിംഗ് ആക്കി. അങ്ങനെ 2 മൊഡ്യൂൾ ആണെങ്കിലും 60+60 അങ്ങനെ അത് അഡ്രസ് ചെയ്യാൻ സാധിക്കും. അതല്ല ഇനി 120. ഇപ്പൊ ഇതെങ്ങനെ ഫ്രെയിം ചെയ്യേണ്ടത്? നമ്മളാണോ ഫ്രെയിം ചെയ്യേണ്ടത്, ഓഡിറ്റർ അവരാണോ ഫ്രെയിം ചെയ്യേണ്ടത്? അല്ല, ഞാൻ പറയുന്നത് എന്താ അറിയോ, ഞാൻ പറയുന്നത് സാറിന് തോന്നുകയാണ് ഒരു ഓഡിറ്റ് ഫേമിൽ പോകുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു മേഖലയിലാണ് കൊടുക്കുന്നത്, മൾട്ടിപ്പിൾ മേഖല വേണം എന്നുള്ളതാണ് സാറിന്റെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ, നമുക്ക് അതിന് ഇപ്പോ 120 hours-ഉം ടാക്സ് ഫയലിംഗ് വേണമെങ്കിൽ പഠിപ്പിക്കാം, കാരണം കുറച്ചുകൂടെ എക്സ്പേർട്ട് ആവാം. അതല്ല, ആൾക്ക് 60 hours ഇതും 60 hours ഇങ്ങനെയാക്കാം. ഇനി അതല്ല, ആൾക്ക് ബേസിക് അക്കൗണ്ടൻസി അറിയില്ല, ഡെബിറ്റും ക്രെഡിറ്റും പോലും. ഇപ്പൊ നമ്മൾ BCom പഠിച്ചിട്ടുണ്ടാവും, ഓക്കെയാണ്. പക്ഷെ ഡെബിറ്റും ക്രെഡിറ്റും ഒരു ടാസ്ക് ബേസ്ഡ് ആയിട്ട് ആൾക്കത് അറിഞ്ഞോളണം എന്നില്ലെങ്കിൽ നമുക്കത് 30 hours ബേസിക് അക്കൗണ്ടിങ് ആക്കാം. അങ്ങനെ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ടോപ്പിക് സ്പ്ലിറ്റ് ചെയ്ത് സ്പെസിഫൈ ചെയ്ത് അതിലേക്ക് റിസോഴ്സ് പേഴ്സണെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണമെങ്കിൽ അതാണ് പറഞ്ഞത്. ഇവനെ പ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവന് നാളെ 6 months ലോങ് ടേം ഇന്റേൺഷിപ്പ് കിട്ടണം. ആ ലോങ് ടേം ഇന്റേൺഷിപ്പിന് ഒരു ഓഡിറ്റ് ഫേമിൽ ഒരു 1500 രൂപയെങ്കിലും സ്റ്റൈപ്പൻഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു ആർട്ടിക്കിൾഷിപ്പിന് കൊടുക്കുന്നത് പോലെ സ്റ്റൈപ്പൻഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇവർക്ക് ബേസിക് ആയിട്ട് അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. ആ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ സെറ്റ് നമുക്ക് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അത് ആ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, എനിക്കത് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഹവേഴ്സ് ഫിക്സ് ചെയ്ത് പറയാൻ പറ്റില്ല. എക്സ്പീരിയൻസ് ഉള്ള ആൾക്ക് അതിനെ ഹവേഴ്സ് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. ഇത്ര ഹവേഴ്സ് ഉണ്ടെങ്കിൽ ഇത് ബേസിക് അക്കൗണ്ടൻസി കഴിഞ്ഞു, ഇത്ര പ്രാക്ടിക്കൽ ആട്ടോ പറയുന്നത്, പ്രാക്ടിക്കൽ അക്കൗണ്ടൻസി. മറ്റൊരു അക്കൗണ്ടൻസി അവർ പേപ്പർ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ പ്രാക്ടിക്കൽ ടാസ്ക് കഴിഞ്ഞു,
ഇത്ര അവേഴ്സ് കൊണ്ട് GST ഫയലിംഗ് ടാസ്ക് കഴിഞ്ഞു, ഇത്ര അവേഴ്സ് കൊണ്ട് ഇൻകം ടാക്സ് ഫയലിംഗ് കഴിഞ്ഞു. ആ രീതിയിൽ അല്ലെങ്കിൽ GCC വാറ്റിലേക്കാണ് പുറത്തു പോകാൻ സാധ്യതയുള്ള കുട്ടികളാണെങ്കിൽ ആ ഓപ്ഷൻ കൊടുക്കുന്നു. GCC വാറ്റോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ്, GCC കൺട്രീസിലുള്ള കോർപ്പറേറ്റ് ടാക്സോ, ആ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളത് ആ 120 ഹവേഴ്സിൽ നിന്നുകൊണ്ട് സാറിനത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ അതിന് ഒരു റിസോഴ്സ് പേഴ്സണെ വെച്ചിട്ടോ, അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞില്ലേ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസോഴ്സ് പേഴ്സണെ വെച്ചിട്ടാണെങ്കിലും നമ്മൾ പറയും അവര് ഫിക്സഡ് ആയിട്ട് ഇന്നതിന് ഇത്ര രൂപ എന്ന് പറയുന്നതിലേക്ക് പോവാതെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന ഡെലിവറബിൾസിലേക്ക് ഉള്ള റിസോഴ്സ് പേഴ്സണെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ സർ, താങ്ക്സ് സർ, താങ്ക്സ്. ഡിയർ പാർട്ടിസിപ്പൻസ്, ഡൗട്ട് ചോദിക്കുന്നവർ എത്രയും പെട്ടെന്ന് ചോദിക്കണം, കാരണം സാറിനും തിരക്കുകളുണ്ടാവും. ഹലോ സർ. സർ, ഒന്നിലധികം പാർട്ടിസിപ്പൻസ് ഒരേ ഫേമിൽ പോയിട്ട് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ആക്കിയിട്ട് വന്നത് ശേഷം നമ്മൾ അവരെ പിന്നെ ക്ലാസിഫൈ ചെയ്യണോ, അല്ല അവരെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഈ പോർട്ടലിൽ കൂടെ ആണെങ്കിൽ അവര് അതിന്റെ പങ്ക്ച്വാലിറ്റിക്ക്, അവരുടെ പെർഫോമൻസിന് ഇങ്ങനെ ഓരോ സ്പെസിഫിക്കേഷൻ തിരിച്ച് ആ ഇന്റേൺഷിപ്പ് സൂപ്പർവൈസർക്ക് തന്നെ, ആ ഇൻഡസ്ട്രിയിലുള്ള ഇന്റേൺഷിപ്പ് സൂപ്പർവൈസർക്ക് തന്നെ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവര് ഒരു കോമൺ അതൊന്നും ഇതിൽ കൂടെ അല്ലെങ്കിൽ ആസ് എ HOD നമ്മൾ അവരോടൊരു പ്രസന്റേഷൻ നടത്തിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു വൈവേ ചോദിക്കുകയോ എന്തെങ്കിലും ഒരു സം ക്രൈറ്റീരിയയിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ലതായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ആവശ്യമുണ്ടല്ലേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ? അത് ആവശ്യമില്ല, കാരണം നമുക്ക് ഇതിൽ മാർക്ക് ഇടണല്ലോ ഇവർക്ക്. ഓക്കെ, യൂണിവേഴ്സിറ്റിയിൽ മാർക്ക് അപ്ലോഡ് ചെയ്യണല്ലോ. ഓക്കെ ഓക്കെ സർ. സാറേ, മറ്റൊരു സംശയം, വിദ്യാർത്ഥികൾക്ക് അവർ ഉദ്ദേശിക്കുന്ന ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ എന്താണ് പിന്നെ ഓപ്ഷൻ എന്നുള്ളതാണ്. കാരണം ചില വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവിനനുസരിച്ച് കിട്ടാതെ വരാം. കണ്ടെത്താൻ സാധിക്കില്ലല്ലോ സാറേ, നമ്മൾ കണ്ടെത്തി കൊടുക്കുകയാണല്ലോ, നമ്മൾ ഓപ്ഷൻസ് അവൈലബിൾ ആക്കുകയാണ്. അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ വിദ്യാർത്ഥി കണ്ടെത്തുകയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ വഴിക്ക് പോട്ടെ. നമ്മൾ ഓപ്ഷൻസ് അവൈലബിൾ ആക്കിയതിനേക്കാൾ ഒരു ലോ ലെവലിലേക്കാണെങ്കിൽ അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ്, HODയുടെ മാത്രം ഡിസ്ക്രിപ്ഷനാണ് അലോ ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. കാരണം നമുക്ക് പ്ലേസ്മെന്റിലേക്ക് കുട്ടികളെ എത്തിക്കണമല്ലോ. അപ്പോൾ ആ വിദ്യാർത്ഥി പറയാണ് ഞാൻ ഇൻഷുറൻസിലൊക്കെ പോവാം, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലെ ഡോർ തുറന്നെടുക്കാൻ നിൽക്കാം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവരെ പ്ലേസ് ചെയ്യാൻ പറ്റില്ല നാളെ. അല്ലെങ്കിൽ ഗിഗ് വർക്കർ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഇന്റേൺഷിപ്പ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ കൗണ്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ അത് ആ കോറോർ അലൈഡിലേക്ക് ഉള്ള സ്റ്റാൻഡേർഡ് ആര് സെറ്റ് ചെയ്യണം? നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. അത് അതിന്റെ മുകളിലേക്കുള്ളത് അവർക്ക് പോവാൻ നമ്മൾ പെർമിഷൻ കൊടുക്കുകയും വേണം. അതുപോലെ എല്ലാ കമ്പനികളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ എടുക്കാൻ തയ്യാറാവുമോ എന്നുള്ള ഒരു കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് സാറേ. അതിനാണ് നമ്മൾ ഇന്റേൺഷിപ്പ് കേരളയുടെ ജോയിന്റ് ആയിട്ട് വർക്ക്. അപ്പോൾ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ സാറിന്റെ കീഴിൽ 30 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ആ 30 വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഏതെല്ലാം ടോപ്പിക്കാന്ന് ഫിക്സ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഈ ടോപ്പിക്കിൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് കിട്ടാനോ വല്ല പോസിബിലിറ്റീസ് ഉണ്ടോ, അതല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഇതാണോ, അതിന് ഏറ്റവും നല്ല റിസോഴ്സ് പേഴ്സൺ ഏതാണ്, ഏറ്റവും നല്ല ഇൻഡസ്ട്രി ഏതാണ്, ഇത്തരം കാര്യങ്ങൾ മുഴുവനും എല്ലാ പാരാമീറ്റേഴ്സും വെച്ചിട്ടാണല്ലോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ കിട്ടാനില്ല എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ല. അത് എന്താണെങ്കിലും അവൈലബിൾ ആക്കാനാണ് ഈ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്യുന്നത്. സാറ് ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തോ, ഞാനിപ്പോ കുറച്ച് ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ ഡൗട്ട് വന്നിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ഡൗട്ട് ചോദിക്കാത്തതാണോ ഇല്ലാത്തതാണോ എന്ന് അറിയില്ല. എനിവേ ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്തോളൂ, ആ ഡിപ്പാർട്ട്മെന്റിനുള്ള ആകെ ഒരു ഒറ്റ ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ കേരളത്തിൽ, അവര് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അതിനാണ് ഈ പ്ലാറ്റ്ഫോം ഉള്ളത്. ഇപ്പൊ മാത്സ് ആണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി, ഇതൊക്കെ എല്ലാവിടെയും ഉള്ള സബ്ജക്റ്റുകളാണ്. അത് കാരണം കൊണ്ട് തന്നെ നമ്പേഴ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഒബ്വിയസ്ലി വരും. ഇനി ഇതൊന്നും ഇല്ലാത്ത ഓഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക്
നമ്മൾ ഈ പ്ലാറ്റ്ഫോമിന്റെ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇതില്ലെങ്കിൽ നമുക്ക് അതിനുള്ള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടോ എവിടെ വേണമെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ട് അതിനുള്ള അവൈലബിലിറ്റി എൻഷുർ ചെയ്തു തരുന്നുണ്ട്. അത് ജോയിന്റ് ആയിട്ടാണ്, അഥവാ ഞാൻ മാത്രം ചെയ്യേണ്ട ഒരു വർക്കല്ല, നമ്മൾ ജോയിന്റ് ആയിട്ട് ചെയ്യേണ്ട വർക്കാണ്. അതിലെല്ലാ സഹകരണവും ഇന്റേൺഷിപ്പ് കേരള പോർട്ടലിന്റെ ഭാഗമായിട്ടും കെൽട്രോൺ ട്രിപ്ലൈസെൽ എന്നുള്ള ആംഗിളിലും, കെൽട്രോൺ ട്രിപ്ലൈസെൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ററാക്ഷൻ സെല്ലാണ്. അത് കെൽട്രോണിന്റെ പെർവ്യൂലുള്ള കോഴ്സുകൾ മാത്രമല്ല, ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് കോളേജിൽ ട്രിപ്ലൈസെൽ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടും അത് എമൗണ്ട് നോക്കിയിട്ടോ പൈസ നോക്കിയിട്ടോ അല്ല, നമുക്ക് ആ രീതിയിൽ തന്നെ അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ സാധിക്കും. കാരണം ആദ്യത്തെ 2-3 വർഷം നമ്മൾ ആ രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ആ റിസൾട്ട് ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അഡ്മിഷൻസ് ആണെങ്കിലും, കാരണം നമ്മളെ പോളിസി ചേഞ്ച് ആയി, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്, ഇവരോടൊക്കെ കോമ്പറ്റ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും റെഡി ആവണം. അപ്പൊ നമ്മൾ വേറെ യൂണിവേഴ്സിറ്റി, നോർത്ത് ഇന്ത്യ യൂണിവേഴ്സിറ്റിയിലെ ഒരു ക്രെഡിറ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്നുണ്ട്, അതൊക്കെ നമ്മൾ അലോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ആസ് എ അഫിലിയേറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ നമ്മുടെ ക്രെഡിബിലിറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസിനെ അത് ബാധിക്കാത്ത രീതിയിലും കൂടെ നമ്മൾ ഓരോന്നും ആ ഒരു വിഷനോട് കൂടിയിട്ട് നമ്മൾ ഓരോന്നും സെറ്റ് ചെയ്യണം. നമുക്ക് എളുപ്പം മാത്രം നോക്കിയാൽ പറ്റില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള താല്പര്യങ്ങളും കോളേജിൻ്റെതായിട്ടുള്ള താല്പര്യങ്ങളും അവിടെ വർക്ക് ചെയ്യണം, ക്വാളിറ്റി എൻഷുർ ചെയ്യണം, ഹൈറ്റ്സിലേക്ക് പോകാൻ വിദ്യാർത്ഥികളെ അലോ ചെയ്യണം. ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ അഡ്രസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്റേൺഷിപ്പ് കേരള പോർട്ടലിന്റെ മെയിൽ ഐ ഡി ഉണ്ട്, അതിലേക്ക് മെയിൽ അയക്കാം. അല്ലെങ്കിൽ കോർഡിനേറ്റേഴ്സിൻ്റെത് ഞാൻ സർക്കുലേറ്റ് ചെയ്യാം. ഏതെങ്കിലും ഇതിൽ കൂടെ അതിന്റെ കോർഡിനേറ്റേഴ്സിന്റെ ഏതാണോ ഓരോ കോളേജിലേക്ക് അലോട്ട് ചെയ്തിട്ടുള്ള കോർഡിനേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചെയ്തു തരാം. മറ്റു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇതിന് കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞാലും അവരുടെ സപ്പോർട്ടോട് കൂടി, ഇനി അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ അവർ അത് സ്റ്റേറ്റ് ലെവൽ ടീമിന് എസ്കലേറ്റ് ചെയ്യും. അത് ഓൺലൈൻ മീറ്റിംഗ് വെക്കണമെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ഓൺലൈൻ മീറ്റിംഗ് വെച്ചുകൊണ്ട് നമുക്ക് അത് അഡ്രസ്സ് ചെയ്യാം. ഓവർ ഫോൺ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. യൂണിവേഴ്സിറ്റി സപ്പോർട്ടോട് കൂടിയിട്ട് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് അതിനുള്ളൊരു ഫെസിലിറ്റീസ് ഉണ്ടാക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ഇന്ന് മുതൽ ഒരു മാർച്ച് 15 ഉള്ളിലോ മാർച്ച് 10 ഉള്ളിലോ തീർത്താൽ മാത്രമേ നമുക്ക് ഏപ്രിൽ കഴിഞ്ഞ് മെയ്യിലേക്ക്, എന്തായാലും ഏപ്രിലിൽ എക്സാമിനേഷൻ ആകുന്ന കാരണം കൊണ്ട് മെയ്യിലെ അല്ലെങ്കിൽ ഏപ്രിൽ ലാസ്റ്റോ മെയ് ഫസ്റ്റ് വീക്കിലോ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ഇലക്ഷൻ വന്നാലും ഇലക്ഷൻ വന്നില്ലെങ്കിലും ഇലക്ഷന്റെ ആ ഒരു 2-3 ഡേയ്സേ മിസ്സാവുള്ളൂ. വേറെ ഒരു വ്യത്യാസവും ഇല്ലാത്ത രീതിയിൽ തന്നെ അത് ഇൻഡസ്ട്രികൾ വർക്ക് ചെയ്യും, അതേപോലെ തന്നെ ഇന്റേൺഷിപ്പുകൾ നടക്കും. എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ തന്നെ ചെയ്യും. പല ഓപ്ഷൻസും നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. റെസിഡൻഷ്യൽ ഇന്റേൺഷിപ്പിനുള്ള ഓപ്ഷൻസ് എല്ലാ ഇപ്പോൾ കെൽട്രോൺ ട്രിപ്ലൈസെൽ അവൈലബിൾ ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അത്തരം എഞ്ചിനീയറിംഗ് കോളേജുകൾ മുഴുവനും ഈ വെക്കേഷന് ഫ്രീ ആയിരിക്കും. അപ്പോൾ അവരുടെ ഹോസ്റ്റലും അവരുടെ ഫെസിലിറ്റീസും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള റെസിഡൻഷ്യൽ ഇന്റേൺഷിപ്പിനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെർച്വൽ പ്ലസ് ഹൈബ്രിഡ് ആയിട്ടുള്ള വലിയ കമ്പനികളുടെ ഇന്റേൺഷിപ്പ് അവൈലബിൾ ആക്കുന്നുണ്ട്. അത് നമ്പേഴ്സ് ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ഏതെങ്കിലും മേഖലകളിൽ ഏതെങ്കിലും HODക്ക് ഇതൊന്നും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി കസ്റ്റമൈസ് ആയിട്ടുള്ള നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ സപ്പോർട്ടും നമ്മൾ ഇവിടുന്ന് ഓഫർ ചെയ്യാണ്. നിങ്ങൾ എത്രത്തോളം ഉപയോഗപ്പെടുത്തുന്നോ അത്രത്തോളം ക്വാളിറ്റിയിൽ നമുക്കത് എത്രത്തോളം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. കാരണം ഇതൊരു പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം നമുക്ക് ഗവൺമെന്റിന്റെ കൺട്രോളിലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം അതല്ലെങ്കിൽ അതിൽ പല പല ഇന്റൻഷൻസും വരും. അത് വരാത്ത രീതിയിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്മാരും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനീഷ്യലി എന്നുള്ള രീതിയിൽ പല പല ബാലാരിഷ്ടതകളും ഉണ്ടാവും. അത് നമ്മൾ ജോയിന്റ് ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ അതിനൊരു പ്രോആക്റ്റീവ് മൈൻഡോട് കൂടിയിട്ട് അഡ്രസ് ചെയ്യണം എന്നുള്ളതാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷൻ ആയിരുന്നു. പാർട്ടിസിപ്പൻസ് ഒക്കെ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്തു. അപ്പോൾ ഒരു ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി IQAC കോർഡിനേറ്റർ പ്രൊഫസർ ഡോക്ടർ അനീഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. ഇന്ന് നമ്മൾ ഒരു പുതിയ മേഖലയിലേക്ക്, പുതിയ രീതിയിലേക്ക് കടക്കുകയാണ് നമ്മളുടെ അക്കാഡമിക് ലോകം. അപ്പം ഈ സമയത്ത് ഒട്ടേറെ ആകാംക്ഷകളും ആശങ്കകളും ഒക്കെ എല്ലാവരുടെ ഇടയിലും ഉണ്ട്. കെൽട്രോണിനെ പ്രതിനിധീകരിച്ച് ഒസാമ സാർ ഇന്ന് നമ്മളുടെ കൂടെ വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ ഇത്രയും സമയമെടുത്ത്
എല്ലാവരുടെയും ക്വസ്റ്റ്യൻ പരമാവധി വളരെ നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്ത് ആ ഒരു ആകാംക്ഷയുടെ ആ രീതി എല്ലായിടത്തും നിന്ന് മാറ്റി എല്ലാവരും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാർ, ഇരിട്ടി MG കോളേജിന്റെ ഭാഗത്ത് നിന്ന് വളരെയധികം നന്ദി സാറിന്റെ ഈ എഫേർട്ടിന് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. കൂടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തട്ടെ. Thank you, sir. Thank you so much, sir. Thank you, sir. Thank you. Okay. Good night. Okay, let us wind up the meeting now. Thank you all.